തുടങ്ങാം. ഓക്കെ, അപ്പോൾ നമ്മൾ നോക്കുന്നത് നമ്മുടെ 10ാം ക്ലാസ്സിലെ പുതിയ ടെക്സ്റ്റ് ബുക്കിലെ ഹിസ്റ്ററി ജോഗ്രഫി ഉണ്ട്, നമുക്കറിയാം. അതിൽ ജോഗ്രഫിയിൽ 1ാമത്തെ പാഠത്തിന്റെ പേരെന്താണ്? ദിനാന്തരീക്ഷ സ്ഥിതിയും കാലാവസ്ഥയും. ഓക്കെ, എന്താണ്? ദിനാന്തരീക്ഷ സ്ഥിതിയും കാലാവസ്ഥയും. അപ്പോൾ നമ്മൾ അതിനകത്ത് നമുക്കറിയാം ദിനാന്തരീക്ഷ സ്ഥിതി, കാലാവസ്ഥ. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട കുറേ കാര്യങ്ങളുണ്ട്. അതെല്ലാം നമ്മൾ ഈ ഒരു വലിയൊരു ചാപ്റ്ററാണ് കേട്ടോ, അതിനകത്ത് പറയുന്നുണ്ട്. ഇച്ചിരി, അതായത് ഒരു ചാപ്റ്ററിനകത്ത് തന്നെ ഏകദേശമുള്ള എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. തുടങ്ങാം. അപ്പോൾ നമ്മുടെ അന്തരീക്ഷത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ്? മെയിനായിട്ടും എന്തൊക്കെയാണ്? നമുക്കിന്ന് രാവിലെ തന്നെ എന്തായിരുന്നു? മഴയായിരുന്നു അല്ലേ? പെട്ടെന്ന് അതെന്തായി? വെയിലായി. അപ്പോൾ നമുക്കറിയാം മഴ, വെയിൽ, മഞ്ഞ്, ചൂട്, തണുപ്പ്, കാറ്റ്, മേഘം തുടങ്ങിയ എല്ലാം എന്താണ്? അന്തരീക്ഷത്തിൽ അനുഭവപ്പെടുന്ന മാറ്റങ്ങളാണ്. ഇതെല്ലാം സ്ഥിരമായിട്ടും സ്ഥായിയായിട്ടും നിലനിൽക്കുന്നതാണോ? അല്ല. അതിനെന്തുണ്ട്? മാറ്റങ്ങൾ, വ്യത്യാസങ്ങൾ ഉണ്ടാകാറുണ്ട്. അപ്പോൾ ഭൂമിയിൽ ഓരോ പ്രദേശത്തിൽ ലഭ്യമാകുന്ന സൂര്യപ്രകാശത്തിന്റെ അളവിനനുസൃതമായി അന്തരീക്ഷ താപനില, മർദ്ദം, കാറ്റ്, ആർദ്രത തുടങ്ങിയ ഘടകങ്ങൾക്ക് വിധേയമായിരിക്കും അവിടെ അനുഭവപ്പെടുന്ന അന്തരീക്ഷ താപനില എന്ന് പറയുന്നത്. അപ്പോൾ ഭൂമിയിൽ സൂര്യപ്രകാശം അനുഭവപ്പെടുന്ന അളവിൻ്റെ അനുസൃതമായിട്ടായിരിക്കും അതിൻ്റെ താപനില, മർദ്ദം, കാറ്റ്, ആർദ്രത ഈ ഘടകങ്ങൾക്കെല്ലാം അനുസൃതമായിട്ടാണ് ഓരോ പ്രദേശത്തും അനുഭവപ്പെടുന്ന കാലാവസ്ഥ എന്ന് പറയുന്നത്. ഇനി ഈ കാലാവസ്ഥ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു പ്രദേശത്ത് പെട്ടെന്ന് ഉണ്ടാകുന്നതാണോ കാലാവസ്ഥ? അല്ല. കാലാവസ്ഥയും ദിനാന്തരീക്ഷ സ്ഥിതിയും രണ്ടാണ്. അതായത് കാലാവസ്ഥ എന്ന് പറഞ്ഞാൽ ഒരു പ്രദേശത്ത് കുറേ വർഷങ്ങളായിട്ട് ഓരോ സമയത്ത് ഉണ്ടാകുന്ന ആ ഒരു മാറ്റത്തെയാണ് നമ്മൾ കാലാവസ്ഥ എന്ന് പറയുന്നത്. പക്ഷെ ദിനാന്തരീക്ഷ സ്ഥിതി എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഒരു ദിവസം നമുക്ക് എല്ലാ ദിവസവും ഒരുപോലെ ആയിരിക്കേയില്ല. ഇന്നലെ നല്ല ചൂടായിരുന്നു, പക്ഷെ ഇന്ന് രാവിലെ പ്രതീക്ഷിക്കാതെ ഭയങ്കര മഴയായിരുന്നു. അപ്പോൾ ദിനാന്തരീക്ഷ സ്ഥിതി എന്ന് പറഞ്ഞാൽ എന്താണ്? ഓരോ ദിവസവും അല്ലെങ്കിൽ അനുഭവപ്പെടുന്ന കാലാവസ്ഥ എന്ന് പറഞ്ഞാൽ കുറേ വർഷങ്ങളെടുത്ത് നമുക്ക് അനുഭവപ്പെടുന്ന മാറ്റമാണ് കാലാവസ്ഥ. പക്ഷെ ദിനാന്തരീക്ഷ സ്ഥിതി എന്ന് പറഞ്ഞാൽ ദിവസങ്ങളിൽ മാറ്റത്തിനെയാണ് നമ്മൾ ദിനാന്തരീക്ഷ സ്ഥിതി എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ ഘടകങ്ങൾ, അതായത് താപനില, കാറ്റ്, മർദ്ദം, ഇതിനെല്ലാം നമുക്ക് ദിനാന്തരീക്ഷ ഘടകങ്ങൾ എന്നാണ് വിളിക്കുന്നത്. ഇതിനെയൊക്കെ വിളിക്കുന്ന പേരെന്താണ്? ദിനാന്തരീക്ഷ ഘടകങ്ങൾ. ദിനാന്തരീക്ഷ ഘടകങ്ങൾ എന്നാണ് ഇതിനെ വിളിക്കുന്നത്. അപ്പോൾ നോക്കാം, നമുക്ക് എന്താണ് ദിനാന്തരീക്ഷ സ്ഥിതി. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള ഡെഫിനിഷൻ നമുക്ക് നോക്കാം. ഒരു നിശ്ചിത പ്രദേശത്ത്, എന്താണ്? ഒരു നിശ്ചിത പ്രദേശത്ത് ഹ്രസ്വ കാലയളവിൽ, അതായത് ഒരു കുറഞ്ഞ കാലയളവിൽ, ഷോർട്ട് ടൈമിൽ അനുഭവപ്പെടുന്ന താപനില, അന്തരീക്ഷ മർദ്ദം, കാറ്റ്, ആർദ്രത, വർഷണം എന്ന് പറഞ്ഞാൽ എന്താണ്? മഴ, വർഷണം തുടങ്ങിയ സാഹചര്യങ്ങളെയാണ് എന്തെന്ന് വിളിക്കുന്നത്? ദിനാന്തരീക്ഷ സ്ഥിതി. വെതർ, നമ്മൾ ഇംഗ്ലീഷിൽ പറയുന്ന വെതർ എന്ന് പറയുന്ന സംഭവം ഇതാണ്. അപ്പോൾ ഒരു ഹ്രസ്വ കാലയളവിൽ, ഒരു ചുരുങ്ങിയ കാലയളവിൽ ഒരു നിശ്ചിത പ്രദേശത്ത് അനുഭവപ്പെടുന്ന താപനില, അന്തരീക്ഷ മർദ്ദം, കാറ്റ്, ആർദ്രത, വർഷണം തുടങ്ങിയ സാഹചര്യങ്ങളെയാണ് എന്തെന്ന് വിളിക്കുന്നത്? ദിനാന്തരീക്ഷ സ്ഥിതി അല്ലെങ്കിൽ വെതർ എന്ന് അറിയപ്പെടുന്നത്. ഓക്കെ അല്ലേ? അപ്പോൾ നമ്മൾ പറഞ്ഞു കാലാവസ്ഥ എന്താണെന്ന് പറഞ്ഞു. അപ്പോൾ എന്താണ് കാലാവസ്ഥ എന്ന് ചോദിച്ചാൽ ഏകദേശം 35 മുതൽ 40 വർഷത്തെ ദിനാവസ്ഥ സാഹചര്യങ്ങൾ പരിഗണിച്ചാണ് ഒരു പ്രദേശത്തെ കാലാവസ്ഥ നിശ്ചയിക്കുന്നത്. അപ്പോൾ ഏകദേശം 35-40 വർഷം 40 വർഷത്തെ ഈ ദിനാന്തരീക്ഷ സ്ഥിതി, ഒരു പ്രദേശത്തെ ദിനാന്തരീക്ഷ സ്ഥിതിയുടെ അടിസ്ഥാനത്തിലാണ് എന്ത് നിശ്ചയിക്കുന്നത്? കാലാവസ്ഥ നിശ്ചയിക്കുന്നത്. അപ്പോൾ കാലാവസ്ഥ എന്ന് പറയുന്നത് നമുക്ക് പെട്ടെന്ന് മനസ്സിലായി. നമ്മളിപ്പോൾ പറയും എന്താണ്, ഓരോ കാലാവസ്ഥകളുടെ പേരൊക്കെ പറഞ്ഞ് നമ്മളിപ്പോൾ പറയും. പക്ഷെ അത് എത്രയോ വർഷങ്ങൾക്ക് മുന്നേ ഉള്ള ദിനാന്തരീക്ഷ സ്ഥിതി അടിസ്ഥാനമാക്കി എന്താണ് നിശ്ചയിച്ചിട്ടുള്ളതാണ് ഈ ഒരു കാലാവസ്ഥ എന്ന് പറയുന്നത്. അപ്പോൾ കാലാവസ്ഥ എന്ന് പറഞ്ഞാൽ അതൊരു എന്താണ്? ദീർഘകാലയളവിൽ ഉണ്ടാകുന്ന മാറ്റമാണ്. എന്നാൽ നമ്മൾ പറഞ്ഞ ദിനാന്തരീക്ഷ സ്ഥിതി എന്ന് പറഞ്ഞാൽ ഒരു ഹ്രസ്വ കാലയളവിൽ ഉണ്ടാകുന്ന മാറ്റമാണ്. ഓക്കെ അല്ലേ? കിട്ടിയോ? ഇനി നോക്കിയോ, നമ്മുടെ കാർഷിക വ്യവസ്ഥ, നമ്മുടെ കർഷകരെല്ലാവരും എന്തിനെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത്? ഈ കാലാവസ്ഥയെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. നമുക്ക് എന്താണ്? തണുപ്പ് കാലത്ത് കൃഷി ചെയ്യുന്ന വിളകളുണ്ട്, അതുപോലെ വേനൽക്കാലത്ത് കൃഷി ചെയ്യുന്നുണ്ട്, മഴക്കാലത്ത് കൃഷി ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മുടെ രാജ്യത്തുള്ള കാർഷിക മേഖല എന്ന് പറയുന്നത് പ്രധാനമായിട്ടും കാലാവസ്ഥയെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. അപ്പോൾ കാർഷിക വൃത്തി മുഖ്യമായും കാലാവസ്ഥയ്ക്ക് അനുസൃതമാണ്. ഓക്കെ അല്ലേ? ഇനി ആദ്യ കാലത്ത് നമുക്കറിയാം വിദേശികളൊക്കെ ഇന്ത്യയിലോട്ട് വന്നത് എങ്ങനെയാണ്? കടൽ മാർഗമാണ് വന്നത്. അപ്പോൾ ആദ്യകാലത്ത് സമുദ്ര സഞ്ചാരങ്ങൾ മുതൽ ഇപ്പോഴുള്ള ആധുനിക ഗതാഗത വാർത്താവിനിമയ സംവിധാനങ്ങൾ വരെ എന്തിനെ അടിസ്ഥാനമാക്കിയാണ്? കാലാവസ്ഥ. ഇതിനെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത് അല്ലേ? നമുക്കറിയാം ഇപ്പൊ നമുക്ക് ഭൂകമ്പ മുന്നറിയിപ്പ്, അങ്ങനെയുള്ള മഴക്കാല മുന്നറിയിപ്പ്, ഇങ്ങനെയുള്ള എല്ലാ സംവിധാനങ്ങളും ഉണ്ട്. അപ്പോൾ ഇതെല്ലാം എന്തിനെ അടിസ്ഥാനമാക്കിയാണ് പ്രവർത്തിക്കുന്നത്? ആ ഒരു കാലാവസ്ഥയെ അടിസ്ഥാനമാക്കിയാണ് പ്രവർത്തിക്കുന്നത്. ഓക്കെ അല്ലേ?
ഇനി ഇന്ത്യൻ കാലാവസ്ഥ നിരീക്ഷണ വകുപ്പിനെ കുറിച്ചാണ് പറയുന്നത് കേട്ടോ. ഒരു ബോക്സ് ആണ്, ടെക്സ്റ്റ് ബുക്കിലുള്ള ബോക്സ് പി എസ് സിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ എന്താണ് ഇന്ത്യൻ കാലാവസ്ഥ നിരീക്ഷണ വകുപ്പ്? ഇന്ത്യൻ കാലാവസ്ഥ നിരീക്ഷണ വകുപ്പ് ഇന്ത്യ ഗവൺമെന്റിന്റെ, ഇന്ത്യൻ അല്ലേ, അപ്പോൾ ഇന്ത്യ ഗവൺമെന്റിന്റെ ഭൗമശാസ്ത്ര മന്ത്രാലയത്തിന് കീഴിൽ പ്രവർത്തിക്കുന്ന ഒരു ഏജൻസിയാണ് ഈ കാലാവസ്ഥ വകുപ്പ്. ഓക്കെ അല്ലേ? അപ്പോൾ ഇന്ത്യ ഗവൺമെന്റിന്റെ ഭൗമശാസ്ത്ര മന്ത്രാലയത്തിന് കീഴിൽ പ്രവർത്തിക്കുന്ന ഏജൻസിയാണ് ഏത്? ഇന്ത്യൻ കാലാവസ്ഥ നിരീക്ഷണ വകുപ്പ്. അപ്പോൾ ഇവിടെ എന്താണ് ചെയ്യുന്നത്? നമ്മുടെ രാജ്യത്ത് കാലാവസ്ഥാ നിരീക്ഷണങ്ങൾ, കാലാവസ്ഥാ പ്രവചനം, നമ്മുടെ രാജ്യത്തിന്റെ കാലാവസ്ഥാ നിരീക്ഷണം, അതുപോലെ കാലാവസ്ഥാ പ്രവചനം തുടങ്ങിയ ചുമതലകൾ വഹിക്കുന്ന ഏജൻസിയാണ് ഇന്ത്യൻ കാലാവസ്ഥാ നിരീക്ഷണ വകുപ്പ്. നമുക്ക് കാലാവസ്ഥ പ്രവചിക്കും, കാലാവസ്ഥയെ നിരീക്ഷിക്കുകയൊക്കെ ചെയ്യുന്ന വകുപ്പാണ് കാലാവസ്ഥാ നിരീക്ഷണ വകുപ്പ്. ആസ്ഥാനം എവിടെയായിരിക്കുംടാ? ന്യൂഡൽഹി. ഡൽഹിയാണ് ഇന്ത്യൻ കാലാവസ്ഥാ വകുപ്പിന്റെ ആസ്ഥാനം. എവിടെയാണ്? ഡൽഹിയാണ്. ഇനി നമുക്ക് ഇന്ത്യയിൽ എന്താണ് അന്റാർട്ടിക്കയിലൊക്കെ 100 കണക്കിന് എന്തുണ്ട്? നിരീക്ഷണ സ്റ്റേഷനുകൾ പ്രവർത്തിക്കുന്നുണ്ട് അല്ലേ? നമുക്ക് ഇന്ത്യയിൽ ഇന്ത്യൻ നിരീക്ഷണ സ്റ്റേഷൻസ് എവിടെയൊക്കെ പ്രവർത്തിക്കും? അന്റാർട്ടിക്കയിലൊക്കെ നമുക്കുണ്ട്. അതൊക്കെ നമ്മൾ ഇനി പഠിക്കുന്ന സമയത്ത് പഠിക്കാം കേട്ടോ. അപ്പോൾ ഇന്ത്യയിലും അതുപോലെ തന്നെ അന്റാർട്ടിക്കയിലും ആയിട്ട് എന്താണ് 100 കണക്കിന് നിരീക്ഷണ സ്റ്റേഷനുകൾ പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ ഇന്ത്യൻ കാലാവസ്ഥാ നിരീക്ഷണ വകുപ്പിന്റെ ആസ്ഥാനമാണ്. ഇതിനകത്ത് നമുക്ക് മെയിനായിട്ടൊരു പോയിന്റ് ഉണ്ട്. ബാക്കി നമുക്കറിയാം ഇവർ നിരീക്ഷണ വകുപ്പാണെന്ന് പറയുമ്പോൾ തന്നെ കാലാവസ്ഥയെക്കുറിച്ച്, കാലാവസ്ഥയുടെ പ്രവചനം, കാലാവസ്ഥ നിരീക്ഷണം ഇതൊക്കെ ആയിരിക്കും അതിന്റെ ചുമതലയും. നമുക്കത് ആ ഒരു വാക്യം തന്നെ മനസ്സിലാവും. പിന്നെ ഇതിന്റെ ആസ്ഥാനം ഒന്ന് ഓർത്ത് വെച്ചേക്കുക. കാരണം ഡൽഹി ഓപ്ഷനിൽ ഉണ്ടെങ്കിൽ പോലും ബാക്കിയുള്ള പ്രധാനപ്പെട്ട നഗരങ്ങളുടെ പേരും കൂടി വരുമ്പോഴത്തേക്കും നമുക്കൊരു സംശയം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇന്ത്യൻ കാലാവസ്ഥാ വകുപ്പിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെയാണെന്ന് ചോദിച്ചാൽ എവിടെയാണ്? ന്യൂഡൽഹിയാണ്. ഓക്കെ അല്ലേ? ഇനി നമുക്ക് അടുത്ത് പഠിക്കാനുള്ള ഒരു ടൈമാണ് അന്തരീക്ഷ താപനില, അറ്റ്മോസ്ഫിയറിക് ടെമ്പറേച്ചർ. എന്താണ് അന്തരീക്ഷ താപനില? നമ്മുടെ ഭൂമിയുടെ ഊർജ്ജ സ്രോതസ് ആരാണ്? സൂര്യനാണ്. നമുക്കറിയാം നമ്മുടെ ഭൂമിയുടെ ഊർജ്ജ സ്രോതസ് എന്ന് പറയുന്നത് സൂര്യനാണ്. എടാ, സൂര്യനിൽ നടക്കുന്ന ഊർജ്ജ പരിവർത്തനം ഏതാണ്? ന്യൂക്ലിയർ ഫ്യൂഷൻ. നമ്മൾ കഴിഞ്ഞ ക്ലാസ് നമ്മൾ സൗരയുദ്ധം പറഞ്ഞ സമയത്ത് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ? അപ്പോൾ നമ്മുടെ ഭൂമിയുടെ എന്താണ് ഊർജ്ജ സ്രോതസ് എന്ന് പറയുന്നത് സൂര്യനാണ്. ഈ സൂര്യനിൽ നടക്കുന്ന ഊർജ്ജ പരിവർത്തനം ചോദിച്ചാൽ ന്യൂക്ലിയർ ഫ്യൂഷൻ ആണ് കേട്ടോ. ന്യൂക്ലിയർ ഫ്യൂഷൻ ആണ്. അപ്പോൾ ഈ ന്യൂക്ലിയർ ഫ്യൂഷനിലൂടെ, അതായത് എന്താണ് അണു സംയോജനം, അണുസംയോജനം. അപ്പോൾ ഈ അണുസംയോജനത്തിലൂടെ വൻതോതിൽ തുടർച്ചയായിട്ട് സൂര്യനിൽ നിന്ന് എന്താണ് ഹ്രസ്വതരംഗങ്ങളായി വികിരണം, സൂര്യപ്രകാശ ഹ്രസ്വതരംഗങ്ങളായി ഭൂമിയിലോട്ട് വരുന്നുണ്ട്. അപ്പോൾ അണുസംയോജനത്തിലൂടെ വൻതോതിൽ തുടർച്ചയായി രൂപപ്പെടുന്ന ഊർജം സൂര്യനിൽ നിന്ന് ഹ്രസ്വതരംഗങ്ങളായിട്ട് വികിരണം ചെയ്യപ്പെടുന്നുണ്ട്. ഓക്കെ അല്ലേ? ഇതെന്ത് ചെയ്യുന്നു അറിയാമോ? സൂര്യനിൽ നിന്നുള്ള ഈ വികിരണത്തിന്റെ ഒരു ചെറിയ ഭാഗം മാത്രമാണ് എവിടെ എത്തുന്നത്? ഭൂമിയിലോട്ട് എത്തുന്നത്. അപ്പൊ നമുക്കറിയാം സൂര്യനിൽ നടക്കുന്ന ഊർജ്ജ പരിവർത്തനം ന്യൂക്ലിയർ ഫ്യൂഷൻ അല്ലെങ്കിൽ അണുസംയോജനമാണ്. ഈ അണുസംയോജനത്തിന്റെ ഭാഗമായിട്ട് എന്താണ് തുടർച്ചയായിട്ട് രൂപപ്പെടുന്ന ഊർജ്ജം സൂര്യനിൽ നിന്ന് ഹ്രസ്വതരംഗങ്ങളായി വികിരണം ചെയ്ത് ഭൂമിയിലോട്ട് എത്തുന്നുണ്ട്. അതും എന്താണ് ഒരു ചെറിയ തോത് മാത്രമേ എങ്ങോട്ടേക്ക് വരുന്നുള്ളൂ? ഭൂമിയിലോട്ട് എത്തുന്നുള്ളൂ. ഭൗമോപരിതലത്തിൽ എത്തുന്ന, അതായത് ഭൂമിയിലോട്ട് എത്തുന്ന ഈ സൗരകിരണത്തിന്റെ അളവിനെ വിളിക്കുന്ന ഒരു പേരുണ്ട്. എന്താണെന്നറിയാമോ? ഇൻസൊലേഷൻ. എന്താണ് ഇൻസൊലേഷൻ? ഇതൊക്കെ ടെക്സ്റ്റ് ബുക്കിലുള്ള ടേംസ് ആണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഹ്രസ്വതരംഗങ്ങളായിട്ട് എന്ന് പറഞ്ഞു ഈ ഊർജ്ജം ഭൂമിയിലോട്ട്, ഈ സൗരകിരണങ്ങൾ ഭൂമിയിലോട്ട് എത്തുന്നു. ആ കിരണങ്ങളെ വിളിക്കുന്ന പേരാണ് എന്ത്? ഇൻസൊലേഷൻ. എന്താണ് ഇൻസൊലേഷൻ? അപ്പൊ നമ്മളിവിടെ പറഞ്ഞത് നമ്മുടെ ഭൂമിയുടെ ഊർജ്ജ സ്രോതസ് എന്ന് പറയുന്നത് സൂര്യനാണ്. സൂര്യനിൽ നടക്കുന്ന ഊർജ്ജ പരിവർത്തനമാണ് ന്യൂക്ലിയർ ഫ്യൂഷൻ അല്ലെങ്കിൽ അണുസംയോജനം. ഈ അണുസംയോജനത്തിലൂടെ വൻതോതിൽ തുടർച്ചയായിട്ട് രൂപപ്പെടുന്ന ഊർജ്ജം സൂര്യനിൽ നിന്ന് എങ്ങനെ ഹ്രസ്വതരംഗങ്ങളായിട്ട് സൂര്യനിൽ നിന്ന് വികിരണം ചെയ്യപ്പെടുന്നുണ്ട്. ഈ വികിരണം ചെയ്യപ്പെടുന്നതിന്റെ ചെറിയൊരു ഭാഗം മാത്രമാണ് നമ്മുടെ ഭൗമോപരിതലത്തിലോട്ട് എത്തുന്നത്. ഭൗമോപരിതലത്തിലോട്ട് എത്തുന്ന ഈ സൗരകിരണത്തിന്റെ അളവിനെ വിളിക്കുന്ന പേരാണ് എന്ത്? ഇൻസൊലേഷൻ. അപ്പൊ എന്താണ് ഇൻസൊലേഷൻ എന്ന് ചോദിച്ചാൽ ഹ്രസ്വതരംഗങ്ങളായിട്ട് ഭൂമിയിലേക്ക് എത്തുന്ന സൗരകിരണങ്ങളെ വിളിക്കുന്ന പേരാണ് എന്ത്? അതിന്റെ അളവിനെ വിളിക്കുന്നതാണ് എന്ത്? ഇൻസൊലേഷൻ. എടാ, ഇനി നമ്മൾ പറഞ്ഞു ഭൂമിയിൽ സൂര്യനിൽ നിന്ന് ഇങ്ങനെ ഊർജ്ജം വരുന്നുണ്ടല്ലേ? സൗരകിരണങ്ങൾ ഭൂമിയിലോട്ട് വരുന്നുണ്ട്. ഈ ഭൂമിയിലോട്ട് വരുന്ന സൗരവികിരണത്തിന്റെ ഒരു ഭാഗം, നമ്മളിപ്പോൾ അതിനെ കുറെ ഭാഗങ്ങളായിട്ട് ഇങ്ങനെ ഡിവൈഡ് ചെയ്താൽ അതിന്റെ ഒരു ഭാഗം നമുക്കറിയാം സൂര്യപ്രകാശം ഭൂമിയിലോട്ട് വരുന്ന സമയത്ത് ഡയറക്റ്റ് ആയിട്ട് അത് ഭൂമിയിലോട്ട് പതിക്കും. നമ്മുടെ അന്തരീക്ഷത്തിൽ കുറെ പൊടിപടലങ്ങളും അങ്ങനെയുള്ള കുറെ സാധനങ്ങളുണ്ടല്ലേ? അപ്പോൾ ഒരു ഭാഗം എന്ത് ചെയ്യും? ഈ അന്തരീക്ഷത്തിലുള്ള വസ്തുക്കളിൽ തട്ടി പ്രതിഫലിക്കും അല്ലേ? ഇങ്ങനെ പ്രതിഫലിച്ചിട്ട് മേഘങ്ങൾ, പൊടിപടലങ്ങൾ എന്നിവ എന്ത് ചെയ്യും? ഇതിനെ ആഗിരണം ചെയ്യും. അപ്പോൾ ഇങ്ങനെ വരുന്ന സൗരവികിരണത്തിന്റെ ഒരു ഭാഗം നമ്മുടെ അന്തരീക്ഷത്തിലുള്ള പല വസ്തുക്കളിലും തട്ടി എന്ത് ചെയ്യും? പൊടിപടലങ്ങളും മേഘങ്ങളും ഒക്കെ ഇതിനെ എന്ത് ചെയ്യും? ആഗിരണം ചെയ്യപ്പെടും. ഇനി
ഇങ്ങനെ അന്തരീക്ഷത്തിലൂടെ കടന്നു വരുന്ന സൗരവികിരണം ഹ്രസ്വതരംഗങ്ങളായതുകൊണ്ട് തന്നെ അന്തരീക്ഷത്തെ ഇത് എന്ത് ചെയ്യാറില്ല, കാര്യമായിട്ട് ചൂട് പിടിപ്പിക്കാറില്ല. അപ്പോൾ ഹ്രസ്വതരംഗങ്ങളായിട്ടാണ് സൗരകിരണങ്ങൾ ഭൂമിയിലോട്ട് വരുന്നത് നമ്മൾ ആദ്യമേ പഠിച്ചു. അപ്പോൾ ഇങ്ങനെ എന്താണ് ഹ്രസ്വതരംഗങ്ങളായിട്ട് വരുന്നത് കൊണ്ട് തന്നെ ഇത് അന്തരീക്ഷത്തെ എന്ത് ചെയ്യാറില്ല, അമിതമായി ചൂട് പിടിപ്പിക്കാറില്ല. നമുക്കറിയാം സൂര്യന്റെ താപനില എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് എന്താണ് ഏകദേശം 5500 ഡിഗ്രി സെൽഷ്യസ് ആണ്. നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്ത അത്രയാണ്. അപ്പോൾ അതിന്റെ ഒരു ഭാഗം, കുറച്ച് ഭാഗമാണ് ഭൂമിയിലോട്ട് എത്തുന്നത്. അതും ഹ്രസ്വതരംഗങ്ങളായിട്ട് എത്തുന്നത് കൊണ്ട് തന്നെയാണ് നമുക്ക് എന്ത് വലിയ രീതിയിൽ ചൂട് അനുഭവപ്പെടാത്തത്. ഓക്കെ അല്ലേ? ഇനി നമുക്ക് പഠിക്കാനുള്ളതാണ് കുറച്ച് ഈ സൂര്യപ്രകാശനം ഉണ്ടാകുന്ന കുറച്ച് കുറച്ച് ടേംസ് നമുക്കറിയാമെന്നുള്ളത് തന്നെയാണ്. അതായത് സൗരവികിരണം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം സൂര്യപ്രകാശം ഭൂമിയിലോട്ട് വരുന്നുണ്ട്. ഈ സൗരവികിരണത്തിലൂടെ നമ്മുടെ ഭൗമോപരിതലം എന്ത് ചെയ്യുന്നുണ്ട്, ചെറിയ രീതിയിൽ ചൂട് പിടിക്കുന്നുണ്ട്. ഇങ്ങനെ ചൂട് പിടിക്കുന്ന ഇത് എന്ത് ചെയ്യുന്നുണ്ട്, വിവിധ താപന പ്രക്രിയക്ക് വിധേയമാകുന്നുണ്ട്. അത്തരത്തിലുള്ള താപന പ്രക്രിയകളെ കുറിച്ചാണ് നമ്മളിന്ന് നോക്കുന്നത്. അത് തന്നെ. അപ്പൊ ഒന്നാണ് എന്തത്, താപചാലനം. എന്താണ് താപചാലനം? ഇപ്പൊ റീസെന്റ് ആയിട്ട് ഒരു പരീക്ഷ കഴിഞ്ഞ് നമ്മൾ അതിന്റെ എക്സ്പ്ലനേഷൻ നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അന്തരീക്ഷത്തിലെ താപവ്യാപന പ്രക്രിയകളാണ് നമ്മൾ പറയുന്നത് കേട്ടോ. അന്തരീക്ഷത്തിലെ താപവ്യാപന പ്രക്രിയ അതിലൊന്ന് ഏതാണ്, താപചാലനം. ബോക്സ് ആണ്, സ്കൂൾ ടെക്സ്റ്റിലെ ബോക്സ് ആണ്. അപ്പൊ താപചാലനം അതിന്റെ ഇംഗ്ലീഷ് എന്ത് പറയും, കണ്ടക്ഷൻ. എന്താണ് കണ്ടക്ഷൻ. അതായത് താപചാലനം എന്ന് പറഞ്ഞാൽ, താപം എന്ന് പറഞ്ഞാൽ എന്താണ്, ചൂട് അല്ലേ. അപ്പോൾ ഈ ചൂടായ ഭൗമോപരിതലത്തോട് ചേർന്നുള്ള അന്തരീക്ഷത്തിന്റെ താഴ്ന്ന വിതാനങ്ങളിലേക്ക് താപം പകരുന്ന പ്രക്രിയയെ വിളിക്കുന്ന പേരാണ് എന്ത്, താപചാലനം. അപ്പൊ എന്താണ്, ചൂടായ ഭൗമോപരിതലത്തോട് ചേർന്നുള്ള അന്തരീക്ഷത്തിന്റെ താഴ്ന്ന വിതാനങ്ങളിലേക്ക് താപം പകരുന്ന പ്രക്രിയയാണ് എന്ത്, താപചാലനം. ചൂടായ ഭൗമോപരിതലത്തോട് ചേർന്നുള്ള അന്തരീക്ഷത്തിന്റെ താഴ്ന്ന വിതാനങ്ങളിലേക്ക് താപം പകരുന്ന പ്രക്രിയ വിളിക്കുന്ന പേരാണ് താപചാലനം. ഓക്കെ അല്ലേ, താപചാലനം. അടുത്ത് സംവഹനം എന്ന് പറഞ്ഞാൽ എന്താണ്, ഈ ഭൂമിയോട് അടുത്തുള്ള അന്തരീക്ഷ വായു എന്ത് ചെയ്യും, ചൂട് പിടിക്കും. വായുവിൽ ചൂട് പിടിക്കുമ്പോൾ അത് എന്ത് ചെയ്യും, വികസിക്കും. അപ്പോൾ ഈ ചൂട് പിടിച്ച വായു വികസിച്ച് മുകളിലേക്ക് ഉയരുന്നതിലൂടെ കൂടുതൽ ഉയരങ്ങളിലേക്ക് താപം എന്ത് ചെയ്യുന്നു, വ്യാപിക്കുന്നു. അപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞ താപചാലനം അത് എന്താണ്, ചൂടായ ഭൗമോപരിതലത്തോട് ചേർന്നുള്ള അന്തരീക്ഷത്തിന്റെ താഴ്ന്ന ഭാഗങ്ങളിലേക്ക് എന്ത് ചെയ്യുന്നു, താപം വ്യാപിക്കും. ഇനി അടുത്ത് സംവഹനത്തിൽ എന്ത് പറഞ്ഞു, ഭൂമിയോട് അടുത്തുള്ള അന്തരീക്ഷ വായു ചൂട് പിടിച്ച് വികസിച്ച് മുകളിലോട്ട് ഉയരുമ്പോൾ, അപ്പോൾ മുകളിലോട്ട് വരുന്ന സമയത്ത് എന്ത് ചെയ്യും, മുകളിലോട്ട് എന്ത് ചെയ്യുന്നു, താപം വ്യാപിക്കുന്നു. ഓക്കെ അല്ലേ? ഇനി അടുത്ത അഭിവഹനം എന്ന് പറഞ്ഞാൽ എന്താണ്, അഭിവഹനം കാറ്റിലൂടെ തിരശ്ചീന തലത്തിൽ എന്ത് ചെയ്യും, താപം വ്യാപിക്കും. അപ്പൊ കാറ്റടിക്കുമ്പോഴത്തേക്കും സ്വാഭാവികമായിട്ടും താപം വ്യാപിക്കും അല്ലേ. അപ്പോൾ കാറ്റിലൂടെ എങ്ങനെ തിരശ്ചീന തലത്തിൽ താപം വ്യാപിക്കുന്ന പ്രക്രിയയാണ് എന്ത്, അഭിവഹനം. ഇതാണ് അതിനകത്ത് ശരി ഉണ്ടായിരുന്നതെന്നാണ് തോന്നുന്നത്. ബാക്കി 3 ഓപ്ഷനും തെറ്റായിരുന്നു, അങ്ങനെ എന്തോ ആയിരുന്നു കേട്ടോ. അപ്പൊ അഭിവഹനം എന്ന് പറഞ്ഞാൽ എന്താണ്, കാറ്റിലൂടെ തിരശ്ചീന തലത്തിൽ താപം വ്യാപിക്കുന്നതാണ് എന്ത്, അഭിവഹനം. അപ്പൊ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അന്തരീക്ഷത്തിലെ താപവ്യാപന പ്രക്രിയകളാണ്. അതിലൊന്ന് നമ്മൾ പറഞ്ഞു എന്തായിരുന്നു, താപചാലനം. എന്താണ് താപചാലനം എന്ന് ചോദിച്ചാൽ, ചൂടായ ഭൗമോപരിതലത്തോട് ചേർന്നുള്ള അന്തരീക്ഷത്തിന്റെ താഴ്ന്ന ഭാഗങ്ങളിലേക്ക് താപം പകരുന്ന പ്രക്രിയയാണ് താപചാലനം. ഇനി സംവഹനം എന്ന് പറഞ്ഞാൽ എന്താണ്, ഭൂമിയോട് അടുത്ത് കിടക്കുന്ന ഈ അന്തരീക്ഷ വായു എന്ത് ചെയ്യുന്നു, ചൂട് പിടിക്കുമ്പോൾ അത് എന്ത് ചെയ്യും, വികസിച്ച് മുകളിലോട്ട് ഉയർന്നിട്ട് എന്താണ്, ഉയരങ്ങളിലേക്ക് താപം വ്യാപിക്കുന്നു. ആ ഒരു പ്രക്രിയ വിളിക്കുന്ന പേരാണ് സംവഹനം. ഇനി അടുത്ത അഭിവഹനം എന്ന് പറഞ്ഞാൽ എന്താണ്, കാറ്റിലൂടെ തിരശ്ചീന തലത്തിൽ എന്ത് ചെയ്യും, താപം വ്യാപിക്കുന്ന പ്രക്രിയയാണ് അഭിവഹനം. അപ്പൊ എന്തായിരിക്കും വികിരണം, റേഡിയേഷൻ, വികിരണം, ഭൂമിയിൽ നിന്നും അതേന സാധനം, അത്രേ ഉള്ളൂ. അപ്പൊ നമ്മുടെ ഭൗമോപരിതലം എന്ത് ചെയ്യുന്നു, ചൂട് പിടിക്കും അല്ലെ. മൊത്തത്തില് ഭൗമോപരിതലം ചൂട് പിടിക്കുന്നതോടെ നമ്മൾ ഇങ്ങോട്ട് വന്നത് എങ്ങനെയാണ്, ഹ്രസ്വതരംഗങ്ങളായിട്ടല്ലേ. അപ്പോൾ ഭൗമോപരിതലം ചൂട് പിടിക്കുന്നതോടെ ദീർഘതരംഗങ്ങളായി ഭൗമോപരിതലത്തിൽ നിന്നും ഊർജം എന്ത് ചെയ്യുന്നു, പുറന്തള്ളുന്നു. ഓക്കെ അല്ലേ. അപ്പോൾ ഭൗമോപരിതലം ചൂട് പിടിക്കുന്നതോടെ ദീർഘതരംഗങ്ങളായി ഭൗമോപരിതലത്തിൽ നിന്നും ഊർജം പുറന്തള്ളുന്ന പ്രക്രിയയാണ് വികിരണം. എന്താണ്, വികിരണം. അപ്പോൾ ദീർഘതരംഗങ്ങളായിട്ടാണ്. അപ്പോൾ റേഡിയേഷൻ അല്ലെങ്കിൽ വികിരണം ചോദിച്ചാൽ നമ്മുടെ ഭൗമോപരിതലം ചൂട് പിടിക്കുന്നതോടെ ദീർഘതരംഗങ്ങളായി ഭൗമോപരിതലത്തിൽ നിന്നും ഊർജം പുറന്തള്ളുന്ന പ്രക്രിയയാണ് വികിരണം. അപ്പോൾ ഈ 4 എണ്ണമാണ് നമുക്ക് അന്തരീക്ഷത്തിലെ താപവ്യാപന പ്രക്രിയയിൽ പഠിക്കാനുള്ളത്. അപ്പോൾ ഒന്ന് ഏതായിരുന്നു, താപചാലനം എന്തായിരുന്നു, ചൂടായ ഭൗമോപരിതലത്തോട് ചേർന്നുള്ള അന്തരീക്ഷത്തിന്റെ താഴ്ന്ന വിതാനങ്ങളിലേക്ക് താപം വ്യാപിക്കുന്നു. അടുത്തെന്താണ്, സംവഹനം,
ചൂട് പിടിച്ച് മുകളിലേക്ക് നമ്മുടെ ഭൂമിയോട് അടുത്തുള്ള അന്തരീക്ഷ വായു ചൂട് പിടിച്ച് വികസിച്ച് മുകളിലോട്ട് ഉയർന്ന് അപ്പൊ മുകളിലോട്ട് എന്ത് ചെയ്യും? താപം വ്യാപിക്കുന്നു. അഭിവഹനം എന്താണ്? കാറ്റിലൂടെ തിരശ്ചീന തലത്തില് താപം വ്യാപിക്കുന്നു. ഇനി എന്താണ് വികിരണം? ഭൗമോപരിതലം ചൂട് പിടിക്കുന്നതോടെ ദീർഘതരംഗങ്ങളായിട്ട് എന്ത് ചെയ്യുന്നു? ഭൗമോപരിതലത്തിൽ നിന്ന് ഊർജം പുറന്തള്ളുന്ന പ്രക്രിയയാണ് എന്ത്? വികിരണം, റേഡിയേഷൻ. ഓക്കെ അല്ലേ? അപ്പൊ ന്യൂക്ലിയർ ഫ്യൂഷൻ നമ്മൾ പറഞ്ഞു. അണുസംയോജനം എന്താണ് നമ്മളിവിടെ പറഞ്ഞ? അതെന്താണ് നമ്മളിവിടെ പറഞ്ഞ? സൂര്യനിൽ നടക്കുന്ന ഊർജ്ജ മാറ്റമാണ് ഏത്? ന്യൂക്ലിയർ ഫ്യൂഷൻ. ഓക്കെ അല്ലേ? കിട്ടിയല്ലോ. ഇനി നോക്കിയോ, നമ്മുടെ ഭൗമോപരിതലത്തിൽ നിന്നും നമ്മൾ പറഞ്ഞു ദീർഘതരംഗങ്ങളായിട്ടാണ് പുറന്തള്ളുന്നതെന്ന് പറഞ്ഞല്ലേ. അപ്പോൾ ഇങ്ങനെ ദീർഘതരംഗങ്ങളായി ഊർജം പുനഃവികിരണം ചെയ്യപ്പെടുന്ന പ്രക്രിയയാണ് നമ്മൾ ഭൗമവികിരണം എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ എന്താണ് ഭൗമവികിരണം എന്ന് ചോദിച്ചാൽ ഭൗമോപരിതലത്തിൽ നിന്നും ദീർഘതരംഗങ്ങളായി ഊർജം പുനഃവികിരണം ചെയ്യപ്പെടുന്ന പ്രക്രിയയാണ് എന്ത്? ഭൗമവികിരണം. ഭൗമവികിരണം. അപ്പോൾ നമ്മൾ വികിരണം പറഞ്ഞതും അത് തന്നെയാണ്. എന്താണ് നമ്മൾ പറഞ്ഞു? ഭൗമോപരിതലം ചൂട് പിടിക്കും. ചൂട് പിടിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഇങ്ങോട്ട് വന്ന ഊർജ്ജം എന്ത് ചെയ്യുന്നുണ്ട്? ദീർഘതരംഗങ്ങളായിട്ട് ഭൗമോപരിതലത്തിൽ നിന്നും പുറന്തള്ളും. അപ്പോൾ ഇങ്ങനെ ഈ ദീർഘതരംഗങ്ങളായിട്ട് ഭൗമോപരിതലത്തിൽ നിന്നും ഊർജ്ജം എന്താണ്? പുനഃവികിരണം ചെയ്യപ്പെടുന്ന പ്രക്രിയ വിളിക്കുന്ന പേരാണ് ഭൗമവികിരണം. എന്താണ്? ഭൗമവികിരണം. ഈ ഭൗമവികിരണത്തെ നമ്മുടെ അന്തരീക്ഷത്തിലെ മെയിൻ ആയിട്ടുള്ള കാർബൺ ഡൈ ഓക്സൈഡ് പോലുള്ള ഹരിതഗൃഹവാതകങ്ങൾ എന്ത് ചെയ്യും? ആഗിരണം ചെയ്യും കേട്ടോ. അപ്പോൾ ഇങ്ങനെ പുറന്തള്ളുന്ന ഭൗമവികിരണത്തെ നമ്മുടെ അന്തരീക്ഷത്തിലുള്ള കാർബൺ ഡൈ ഓക്സൈഡ് പോലുള്ള ഹരിതഗൃഹവാതകങ്ങൾ എന്ത് ചെയ്യാറുണ്ട്? ആഗിരണം ചെയ്ത് നമ്മുടെ അന്തരീക്ഷത്തെ ചൂടാക്കും. അപ്പോൾ അന്തരീക്ഷത്തെ ചൂടാക്കുന്നത് ഇങ്ങനെ പുറന്തള്ളുന്ന നമ്മൾ പറഞ്ഞു ദീർഘതരംഗങ്ങളായിട്ട് ഈ അന്തരീക്ഷ വായു ചൂട് പിടിച്ച് ഇതെല്ലാം കഴിഞ്ഞ് നിൽക്കുമ്പോഴത്തേക്ക് ഇതിനെ ദീർഘതരംഗങ്ങളായിട്ട് പുറന്തള്ളുമെന്ന് നമ്മൾ പറഞ്ഞു. അതിനെയാണ് നമ്മൾ ഭൗമവികിരണം എന്നും പറഞ്ഞു. ഇങ്ങനെ പുറന്തള്ളുന്ന ഈ ദീർഘതരംഗങ്ങളായിട്ട് പുറന്തള്ളുന്ന ഭൗമവികിരണത്തെ അന്തരീക്ഷത്തിലുള്ള ആര്? കാർബൺ ഡൈ ഓക്സൈഡ് പോലുള്ള, കാർബൺ ഡൈ ഓക്സൈഡ് മാത്രമല്ല കാർബൺ ഡൈ ഓക്സൈഡ് പോലുള്ള ഹരിതഗൃഹവാതകങ്ങൾ എന്ത് ചെയ്യും? ആഗിരണം ചെയ്യും. ഈ ആഗിരണം ചെയ്ത് ഇവർ എന്ത് ചെയ്യും? അന്തരീക്ഷത്തെ ചൂടാക്കും. ഓക്കെ അല്ലേ? അന്തരീക്ഷത്തെ ചൂട് പിടിക്കുന്നു. ഇതിനെയാണ് ഹരിതഗൃഹ പ്രഭാവം എന്ന് പറയുന്നത്. ഇതിനെയാണെന്ന് പറയുന്നത് ഹരിതഗൃഹ പ്രഭാവം. അപ്പൊ നമ്മൾ പറഞ്ഞു ഭൗമോപരിതലത്തിൽ നിന്നും ദീർഘതരംഗങ്ങളായിട്ട് ഊർജം പുറന്തള്ളുന്നു. ആ പ്രക്രിയ വിളിക്കുന്ന പേരാണ് ഭൗമവികിരണം. ഇങ്ങനെ വികിരണം ചെയ്യപ്പെടുന്ന എന്താണ്? ഭൗമവികിരണത്തെ അന്തരീക്ഷത്തിലെ കാർബൺ ഡൈ ഓക്സൈഡ് പോലുള്ള ഹരിതഗൃഹവാതകങ്ങൾ എന്ത് ചെയ്യും? ആഗിരണം ചെയ്യും. അങ്ങനെ അന്തരീക്ഷം എന്ത് ചെയ്യും? ചൂട് പിടിക്കുകയും ചെയ്യുന്നു. ഇതിനെയാണ് എന്തെന്ന് വിളിക്കുന്നത്? ഹരിതഗൃഹ പ്രഭാവം എന്ന് വിളിക്കുന്നത്. കിട്ടിയോ? അപ്പൊ എന്താണ് ഹരിതഗൃഹ പ്രഭാവം ചോദിച്ചാൽ ഇത്രയേ ഉള്ളൂ സംഭവം, വേറെ ഒന്നുമില്ല. നമ്മുടെ അന്തരീക്ഷത്തിൽ തന്നെ പുറത്തു പോകുന്ന ഊർജത്തെ എന്ത് ചെയ്യുന്നുണ്ട്? അന്തരീക്ഷത്തിലെ തന്നെ കാർബൺ ഡൈ ഓക്സൈഡ് പോലുള്ള ആളുകൾ എന്താണ് വലിച്ചെടുത്തിട്ട് നമ്മുടെ അന്തരീക്ഷത്തെ ചൂട് പിടിപ്പിക്കും. ഇതിനെയാണ് ഹരിതഗൃഹ പ്രഭാവം എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? ഇനി നമുക്കിവിടെ പഠിക്കാനുള്ള ടേം ആണ് ഹീറ്റ് ബജറ്റ് അല്ലെങ്കിൽ താപ ബജറ്റ് എന്ന് പറയും. എന്താണ്? താപ ബജറ്റ് അല്ലെങ്കിൽ ഹീറ്റ് ബജറ്റ് എന്ന് നമ്മൾ പറയും കേട്ടോ. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലാണെങ്കിൽ ഒരു കോളത്തിനകത്ത് ഒരു 100 സൗരോർജ്ജം ഇങ്ങോട്ട് വരുന്നുണ്ട്, ഓരോന്നിനും ഇത്ര വെച്ച് ഡിവൈഡ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കി കിട്ടും കേട്ടോ. അപ്പം നമുക്കിവിടെ എന്താണ് ഹീറ്റ് ബജറ്റ് എന്ന് ചോദിച്ചാൽ ഓരോ ദിവസവും നമ്മുടെ ഭൂമിയിലേക്ക് വന്നു ചേരുന്ന ഈ സൗരവികിരണം അല്ലെങ്കിൽ എന്താണ് നമ്മുടെ സൂര്യപ്രകാശം എന്ത് ചെയ്യുന്നുണ്ട്? ഏറെക്കുറെ മുഴുവൻ എന്ത് ചെയ്യുന്നുണ്ട്? ഊർജ്ജ രൂപത്തിൽ പുനഃവികിരണം ചെയ്യപ്പെടുന്നതിലൂടെ ഭൗമോപരിതലം ക്രമാതീതമായി ചൂടാകാതെയും കുറയാതെയും ഒരു സന്തുലിതമായിട്ട് എന്ത് ചെയ്യും? നിലനിൽക്കും. എപ്പോഴും ഒരു ബജറ്റ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഈക്വൽ വരവും ചെലവും നമുക്കറിയാമല്ലേ. ഇൻകം ഇസ് ഈക്വൽ ടു എക്സ്പെൻഡിച്ചർ. അതിനെയാണ് നമ്മളൊരു എന്താണ് കറക്റ്റ് ആയിട്ട് നമ്മുടെ ഒരു ബഡ്ജറ്റ് ബാലൻസ്ഡ് ബഡ്ജറ്റായിട്ട് നമ്മൾ പറയുന്നതാണ്. അപ്പോൾ ഹീറ്റ് ബജറ്റ് എന്ന് പറഞ്ഞാൽ ഇവിടെയും സൂചിപ്പിക്കുന്നത് അത് തന്നെയാണ്. ഓരോ ദിവസവും നമ്മുടെ ഭൂമിയിലേക്ക് വന്നു ചേരുന്ന എന്താണ് ഏറെക്കുറെയുള്ള മുഴുവൻ ഊർജ്ജവും പുനഃവികിരണം ചെയ്യപ്പെടുന്നതിലൂടെ ഭൗമോപരിതലം ക്രമാതീതമായി എന്ത് ചെയ്യുന്നുണ്ട്? ചൂടാകാതെയും അതുപോലെ തന്നെ എന്താണ് ക്രമാതീതമായി കൂടാതെയും കുറയാതെയും നിലനിൽക്കും. ഇങ്ങനെ ഇത് സന്തുലിതമായിട്ട് നിലനിൽക്കുന്നു. ഈ താപസന്തുലന പ്രക്രിയയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ഹീറ്റ് ബജറ്റ്. അതായത് അന്തരീക്ഷത്തിലോട്ട് കുറേ സൗരവികിരണം വരുന്നുണ്ട്, പക്ഷേ ഇത് അന്തരീക്ഷത്തെ എന്താണ് ഒരുപാട് ചൂടാക്കാതെയും എന്നാൽ ഒരുപാട് എന്താണ് അന്തരീക്ഷത്തിൽ കുറയാതെയും കൂടാതെയും നമ്മുടെ ആ ഒരു താപത്തെ നിലനിർത്തും. ഇതിനെ വിളിക്കുന്ന പേരാണ്, ഈ ഒരു താപവ്യാപന പ്രക്രിയയെ താപസന്തുലന പ്രക്രിയയാണ് എന്തെന്ന് വിളിക്കുന്നത്? ഹീറ്റ് ബജറ്റ്, ഹീറ്റ് അല്ലെങ്കിൽ താപ ബജറ്റ് എന്ന് വിളിക്കുന്നത്. ഇവിടെ നമുക്ക് ടെക്സ്റ്റിൽ കൊടുത്തിട്ടുള്ളതൊന്ന് വായിച്ചു നോക്കാം. അന്തരീക്ഷത്തിൽ എത്തിച്ചേരുന്ന ആകെ സൗരോർജ്ജം 100 യൂണിറ്റായി സങ്കല്പിക്കുക. ഓക്കെ അല്ലേ? അപ്പോൾ 100 യൂണിറ്റായി സങ്കല്പിച്ചു. അതിലൊരു 35 യൂണിറ്റ് പ്രതിഫലനത്തിലൂടെ തിരിച്ചു പോകും. ഓക്കെ അല്ലേ?
അപ്പോൾ 100 യൂണിറ്റ് മൊത്തം വരെയാണ്. അതിലൊരു 35 യൂണിറ്റ് എന്ത് ചെയ്യുന്നുണ്ട്? പ്രതിഫലനത്തിലൂടെ തിരിച്ചു പോകും. ഇനി ഒരു 14 യൂണിറ്റ് അന്തരീക്ഷ വസ്തുക്കൾ എന്ത് ചെയ്യും? ആഗിരണം ചെയ്യും. അന്തരീക്ഷ വസ്തുക്കൾ എന്തായാലും പ്രകാശത്തെ ആഗിരണം ചെയ്യുന്നുണ്ടല്ലോ. അപ്പോൾ 100 യൂണിറ്റ് സൂര്യപ്രകാശം ഭൂമിയിലോട്ട് വരുന്നതിൽ 35 എന്ത് ചെയ്യുന്നുണ്ട്? തിരിച്ചു പോകും. അതിലൊരു 14 യൂണിറ്റ് എന്ത് ചെയ്യുന്നുണ്ട്? ഭൂമിയിലുള്ള വസ്തുക്കൾ അതിനെ അന്തരീക്ഷത്തിലുള്ള വസ്തുക്കൾ ആഗിരണം ചെയ്യും. അപ്പോൾ 35ഉം 14ഉം പോയെ. ഇനി ബാക്കി ഒരു 51 ഉണ്ട്. അപ്പോൾ ഭൗമോപരിതലത്തിൽ ലഭിക്കുന്നത് ആകെ 51 യൂണിറ്റ് ഊർജ്ജമാണ്. അപ്പോൾ മൊത്തം 100 വന്നതിൽ 35 അതുപോലെ പോയി, 14 എല്ലാവരും കൂടി പിടിച്ച്. ഇനി ബാക്കി ഒരു 51 യൂണിറ്റ് ആണ് എവിടെ ഉള്ളത്? നമ്മുടെ ഭൗമോപരിതലത്തിലുള്ളത്. ഇനി താപചാലനം, സംവഹനം തുടങ്ങിയ വ്യാപന പ്രക്രിയയിലൂടെ ഭൂമിയിൽ നിന്നൊരു 34 യൂണിറ്റ് ഊർജ്ജം അന്തരീക്ഷത്തിന് കൈമാറും. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ താപവ്യാപന പ്രക്രിയകൾ വഴി ഇത് നമ്മൾ ചുമ്മാ ഒരു കണക്ക് പറയുന്നതാണ് കേട്ടോ. ഒരു 34 യൂണിറ്റ് എന്ത് ചെയ്യുന്നുണ്ട്? അന്തരീക്ഷത്തിലോട്ട് കൊടുക്കും. അന്തരീക്ഷത്തിന് ഒരു 34 യൂണിറ്റ് കൊടുക്കും. 34 അടുത്ത് 34 ഒരു 34 യൂണിറ്റ് കൊടുക്കും. ഇനി 17 യൂണിറ്റ് ഊർജ്ജം ഭൗമോപരിതലത്തിൽ നിന്ന് നേരിട്ടും 48 യൂണിറ്റ് ഊർജ്ജം അന്തരീക്ഷത്തിൽ നിന്നും പുനഃവികിരണം ചെയ്യപ്പെടുന്നതിലൂടെയും ഭൂമിയിലും അന്തരീക്ഷത്തിലുമായി ലഭ്യമായ മുഴുവൻ ഊർജ്ജവും മടക്കി എങ്ങോട്ട് തന്നെ പോവും? സൂര്യനിലോട്ട് തന്നെ പോവും. ഇതിനെ വിളിക്കുന്ന പേരാണ് എന്ത്? ഹീറ്റ് ബഡ്ജറ്റ്. ഇത് ഒരു കണക്ക് വെറുതെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് കൊടുത്തിട്ടുള്ളതാണ്, അല്ലാതെ കണക്ക് പഠിക്കാൻ വേണ്ടി കൊടുത്തിട്ടുള്ളതൊന്നും അല്ല. ഓക്കെ അല്ലേ? കോൺസെപ്റ്റ് മനസ്സിലാവാൻ വേണ്ടി ആ ഒരു സംഖ്യകൾ വെച്ച് അവിടെ കൊടുത്തിട്ടുള്ളതേ ഉള്ളൂ. അപ്പോൾ താപ ബജറ്റ് എന്താണെന്ന് ചോദിച്ചാൽ ഒന്നുമില്ല. ഓരോ ദിവസവും ഭൂമിയിലോട്ട് വരുന്ന ഊർജ്ജത്തിൽ ഏറെക്കുറെ എന്ത് ചെയ്യുന്നുണ്ട്? പുനഃവികിരണം ചെയ്യുന്നതിലൂടെ ഭൗമോപരിതലം ക്രമാതീതമായി കൂടാതെയും, അതായത് ഭൗമോപരിതലത്തിലെ താപം ക്രമാതീതമായിട്ട് കൂടാതെയും കുറയാതെയും സന്തുലിതമായി നിലനിർത്തും. ഈ താപ സന്തുലന പ്രക്രിയയെ വിളിക്കുന്ന പേരാണ് എന്ത്? ഹീറ്റ് ബജറ്റ് അല്ലെങ്കിൽ താപ ബജറ്റ്. ഇനി നോക്കാം, എപ്പോഴാണ് ഏറ്റവും കൂടിയ ചൂട്? ഇത് ചോദിച്ചിട്ടുള്ളതാണ്. ഒരു ദിവസത്തെ ഏറ്റവും കൂടിയ അന്തരീക്ഷ താപനില കണക്കാക്കുന്നത് എപ്പോഴാണെന്ന് ചോദിച്ചാൽ ഉച്ചയ്ക്ക് 2 മണിക്കാണ് കേട്ടോ. അപ്പോൾ ഉച്ചയ്ക്ക് 2 മണിക്കാണ് ഒരു ദിവസത്തെ ഏറ്റവും കൂടിയ താപനില രേഖപ്പെടുത്തുന്നത്. ഒരു ദിവസത്തെ ഏറ്റവും കൂടിയ താപനില എപ്പോഴാണ്? ഉച്ചയ്ക്ക് 2 മണിക്കാണ് രേഖപ്പെടുത്തുന്നത്. അങ്ങനെയാണെങ്കിൽ ഏറ്റവും കുറഞ്ഞ താപനില എപ്പോഴായിരിക്കും? രാവിലെ മീൻസ് സൂര്യോദയത്തിന് തൊട്ട് മുമ്പുള്ള താപനില. സൂര്യോദയത്തിന് തൊട്ട് മുന്നേ ഉള്ള താപനിലയാണ് ഒരു ദിവസത്തെ ഏറ്റവും കുറഞ്ഞ അന്തരീക്ഷ താപനില. അപ്പോൾ ഒരു ദിവസത്തെ ഏറ്റവും കൂടിയ അന്തരീക്ഷ താപനില എപ്പോഴാണ്? ഉച്ചയ്ക്ക് 2 മണിക്കും. ഒരു ദിവസത്തെ ഏറ്റവും കുറഞ്ഞ താപനിലയാണെങ്കിൽ സൂര്യോദയത്തിന് തൊട്ട് മുന്നേ ഉള്ള താപനിലയാണ് ഒരു ദിവസത്തെ ഏറ്റവും കുറഞ്ഞ താപനില. ഓക്കെ അല്ലേ? എടാ, ഇനി അന്തരീക്ഷ മർദ്ദം അളക്കുന്ന ഉപകരണം ഏതാണ്? അന്തരീക്ഷ താപനില അളക്കുന്നത് ഏതാണ്? അന്തരീക്ഷ താപനില അളക്കുന്നത് തെർമോമീറ്റർ. താപനില തെർമോമീറ്റർ. അപ്പൊ അന്തരീക്ഷ താപനില അളക്കുന്നത് ഏതാണ്? തെർമോമീറ്റർ ആണ്. തെർമോമീറ്റർ മാക്സിമം മിനിമം തെർമോമീറ്റർ ഉണ്ട് കേട്ടോ. മാക്സിമം മിനിമം തെർമോമീറ്റർ ആണ് ഉള്ളത്. അപ്പോൾ ഒരു മാക്സിമം മിനിമം തെർമോമീറ്റർ രേഖപ്പെടുത്തലിൽ നിന്ന് ഒരു ദിവസത്തെ കൂടിയ താപനിലയും ഒരു ദിവസത്തെ കുറഞ്ഞ താപനിലയും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഈ മാക്സിമം മിനിമം തെർമോമീറ്റർ എന്താണെന്ന് ചോദിച്ചാൽ ഒരു ദിവസത്തെ കൂടിയ താപനിലയും കുറഞ്ഞ താപനിലയും മനസ്സിലാക്കാൻ നമുക്ക് ഉപയോഗിക്കാം? ഈ മാക്സിമം മിനിമം തെർമോമീറ്റർ ഉപയോഗിക്കാം. അപ്പോൾ അന്തരീക്ഷ താപനില അളക്കുന്ന ഉപകരണമാണ് തെർമോമീറ്റർ. അത് മാക്സിമം ഉണ്ട്, മിനിമം ഉണ്ട്. ഇതിലൂടെ ഒരു ദിവസത്തെ കൂടിയ താപനിലയും കുറഞ്ഞ താപനിലയും നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. ഓക്കെ അല്ലേ? എന്താണ് ചൂട്? എന്താണ് താപനില? താപനില ആകെ ഗതികോർജ്ജത്തിന്റെ അപ്പൊ നോക്കിയോ, തന്മാത്രകളുടെ ചലനം മൂലം ഒരു വസ്തുവിനുണ്ടാകുന്ന ആകെ ഊർജമാണ് ചൂട് അല്ലെങ്കിൽ താപം. അപ്പൊ എന്താണ് ചൂട്? അല്ലെങ്കിൽ ചൂടിനെ തന്നെയാണ് താപം എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ തന്മാത്രാ ചലനം മൂലം ഒരു വസ്തുവിനുണ്ടാകുന്ന ആകെ ഊർജമാണ് ചൂട് അഥവാ താപം. എന്താണ്? തന്മാത്രാ ചലനം മൂലം ഒരു വസ്തുവിനുണ്ടാകുന്ന ആകെ ഊർജമാണ് ചൂട് അഥവാ താപം. എന്താണ് അപ്പോൾ താപനില? ഒരു വസ്തുവിന്റെ താപത്തിന്റെ അളവുകോലാണ് താപനില. ഈ താപത്തിന്റെ അളവുകോലാണ് എന്ത്? താപനില. അപ്പൊ എന്താണ് താപം അല്ലെങ്കിൽ ചൂടെന്ന് ചോദിച്ചാൽ തന്മാത്രാ ചലനം മൂലം ഒരു വസ്തുവിനുണ്ടാകുന്ന ആകെ ഊർജമാണ് താപം അല്ലെങ്കിൽ ചൂട്. ഇനി ഇതിനെ അളക്കുന്ന അളവുകോലാണ് എന്തെന്ന് പറയുന്നത്? താപനില എന്ന് പറയുന്നത്. താപനില നമുക്ക് എങ്ങനെയൊക്കെ പറയാൻ പറ്റും?
ഡിഗ്രി സെൽഷ്യസ്, അതുപോലെ ഡിഗ്രി ഫാരൻഹീറ്റ്, കെൽവിൻ തുടങ്ങിയ ഏകകങ്ങളിലാണ് നമ്മൾ എന്ത് രേഖപ്പെടുത്തുന്നത്? താപനില രേഖപ്പെടുത്തുന്നത്. അപ്പോൾ താപവും താപനിലയും എന്താണെന്ന് ചോദിച്ചാൽ, താപം അല്ലെങ്കിൽ ചൂട് എന്താണെന്ന് ചോദിച്ചാൽ തന്മാത്രാ ചലനം മൂലം ഒരു വസ്തുവിനുണ്ടാകുന്ന ആകെ ഊർജമാണ് ചൂട് അല്ലെങ്കിൽ താപം. ഇത് അളക്കുന്നതാണ് എന്തെന്ന് പറയുന്നത്? താപനില. ഈ ചൂട് അളക്കുന്ന ഏകകമാണ് താപനില. എങ്ങനെയൊക്കെ നമുക്കിത് രേഖപ്പെടുത്താൻ ചോദിച്ചാൽ ഡിഗ്രി സെൽഷ്യസിലും ഡിഗ്രി ഫാരൻഹീറ്റിലും കെൽവിനിലും ഒക്കെ നമുക്ക് എന്ത് ചെയ്യാം? ഏകകങ്ങളിലാണ് ഇത് മെയിനായിട്ടും രേഖപ്പെടുത്തുന്നത്. ഓക്കെ അല്ലേ? കിട്ടിയോ? ഇനി നോക്കിയോ, എന്താണടാ സമതാപരേഖകൾ? സമതാപരേഖ എന്തായിരിക്കും? സമതാപ ഒരേ താപനിലയുള്ള പ്രദേശങ്ങളെ തമ്മിൽ യോജിപ്പിച്ചുകൊണ്ട് വരയ്ക്കുന്ന സാങ്കല്പിക രേഖയെ വിളിക്കുന്ന പേരാണ് എന്ത്? സമതാപരേഖകൾ. ഐസോതേംസ് എന്ന് പറയും കേട്ടോ, ഐസോതേംസ്. അപ്പോൾ ഒരേ താപനിലയുള്ള പ്രദേശങ്ങളെ, എടാ നമുക്ക് അതിൽ നിന്ന് തന്നെ കിട്ടും സമതാപരേഖ. അപ്പോൾ ഒരേ താപനിലയുള്ള പ്രദേശങ്ങളെ തമ്മിൽ യോജിപ്പിച്ചുകൊണ്ട് സാങ്കല്പിക രേഖകൾ വരയ്ക്കുന്നു. ഈ സാങ്കല്പിക രേഖകളെ വിളിക്കുന്ന പേരാണ് സമതാപരേഖകൾ. എന്താണ് സമതാപരേഖകൾ? ഒരേ താപനിലയുള്ള പ്രദേശങ്ങളെ തമ്മിൽ യോജിപ്പിച്ചു കൊണ്ട് വരയ്ക്കുന്ന സാങ്കല്പിക രേഖകളാണ് സമതാപ രേഖ. ഇതിനകത്ത് ആ പ്രദേശം എന്നുള്ളൊരു വാക്ക് മാത്രമേ നമുക്ക് കിട്ടാതുള്ളൂ. ബാക്കി സമതാപം എന്ന് പറഞ്ഞാൽ ഒരേ താപം, അത് നമുക്ക് കിട്ടും. പിന്നെ അവിടെ അടുത്ത് എന്ത് പറയണം എന്നുള്ളതായിരിക്കും ഒരു കൺഫ്യൂഷൻ. അപ്പോൾ സമതാപ രേഖ എന്ന് ചോദിച്ചാൽ ഒരേ താപനിലുള്ള പ്രദേശത്തെ തമ്മിൽ യോജിപ്പിച്ചുകൊണ്ട് വരയ്ക്കുന്ന സാങ്കല്പിക രേഖയാണ് എന്തെന്ന് പറയുന്നത്? സമതാപ രേഖകൾ. ഓക്കെ അല്ലേ? ഇനി നമ്മുടെ ഭൂമധ്യരേഖ അല്ലേ, 0 ഡിഗ്രി അല്ലേ? അപ്പോൾ ഈ ഭൂമധ്യരേഖയിൽ നിന്നും അകലുന്നതിനനുസരിച്ച്, അപ്പോൾ ഭൂമധ്യരേഖയിൽ നിന്ന് അകലുന്നതിനനുസരിച്ച് താപനിലയ്ക്ക് എന്ത് സംഭവിക്കും? നമ്മൾ ഓർത്താൽ തന്നെ അറിയാം, ധ്രുവപ്രദേശങ്ങളിലോട്ട് പോകുമ്പോഴത്തേക്കും താപനില എങ്ങനെയാണ്? ഭയങ്കര കുറവാണ്. അപ്പോൾ ഭൂമധ്യരേഖയിൽ നിന്ന് അകലുന്നതിനനുസരിച്ച് താപനില എന്ത് സംഭവിക്കുന്നു? കുറവ് സംഭവിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഭൂമധ്യരേഖയുടെ അടുക്കുന്നതിനനുസരിച്ച് താപനില കൂടുന്നു. അത് നമുക്ക് നോർമലി നമുക്ക് പഠിച്ചാൽ തന്നെ കിട്ടുന്ന അല്ലേ, ഒരു ബേസ് ആയിട്ട് നമുക്ക് അറിയാവുന്ന ഒരു കാര്യമാണ്. അപ്പോൾ എന്താണ്? ഭൂമധ്യരേഖയിൽ നിന്ന് അകലുമ്പോൾ താപനില കുറയുന്നു, ഭൂമധ്യരേഖയോട് അടുക്കുമ്പോൾ താപനില കൂടുന്നു. അപ്പൊ സമതാപ മേഖല കിട്ടിയല്ലോ? കിട്ടി. ഓക്കെ. ഇനി നോക്കിയോ, ഭൂമിയിൽ എല്ലായിടത്തും എല്ലായ്പ്പോഴും ഒരേ താപനില അല്ല അനുഭവപ്പെടുന്നത്. ആണോ? അല്ല അല്ലേ? നമുക്ക് നമ്മുടെ ഇവിടെ തന്നെ പ്രദേശങ്ങൾക്കനുസരിച്ച് വ്യത്യാസം വരാറുണ്ട്. അപ്പോൾ നമ്മുടെ ഭൂമിയിൽ എല്ലായിടത്തും എല്ലായ്പ്പോഴും എങ്ങനെയല്ല, ഒരുപോലെയല്ല താപനില അനുഭവപ്പെടുന്നത്. അതായത് താപവികിരണത്തിൽ സ്ഥലകാല വ്യത്യാസങ്ങൾ അനുഭവപ്പെടുന്നുണ്ട്. താപം വികിരണം ചെയ്യുന്നതിൽ സ്ഥലകാല വ്യത്യാസങ്ങൾ അനുഭവപ്പെടുന്നുണ്ട്. എടാ, എന്തൊക്കെ ഘടകങ്ങളാണ് ഈ താപവിതരണത്തെ സ്വാധീനിക്കുന്നതെന്നാണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത്. ഓക്കെ അല്ലേ? അപ്പോൾ താപവിതരണത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഒന്നാണ് അക്ഷാംശീയ സ്ഥാനം. എന്താണ് അക്ഷാംശീയ സ്ഥാനം? അപ്പൊ നമ്മൾ എന്താണ് പഠിക്കുന്നത്? താപവിതരണത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ. താപവിതരണം നമ്മൾ പറഞ്ഞു, ഭൂമിയിൽ എല്ലായിടത്തും ഒരുപോലെ അല്ല താപം അനുഭവപ്പെടുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ താപവിതരണത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങളിൽ ഫസ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നതാണ് അക്ഷാംശീയ സ്ഥാനം അല്ലെങ്കിൽ ലാറ്റിറ്റ്യൂഡ് എന്ന് നമ്മൾ പറയും. എന്താണ് അക്ഷാംശീയ സ്ഥാനം? അക്ഷാംശീയ സ്ഥാനം സൂര്യപ്രകാശം ഏകദേശം ലംബമായിട്ട് പതിക്കുന്നത് എവിടെയാണ്? ഭൂമധ്യരേഖ പ്രദേശങ്ങളിലാണ്. അപ്പോൾ അവിടെ താപനില എങ്ങനെയായിരിക്കും? കൂടുതലായിരിക്കും. അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി ഭൂമിയുടെ എല്ലായിടത്തും താപനില ഒരുപോലെ അല്ല. അപ്പോൾ ലാറ്റിറ്റ്യൂഡ് ആദ്യം നമുക്ക് അക്ഷാംശീയ സ്ഥാനത്തിൽ പറയാനുള്ളത്, സൂര്യപ്രകാശം അക്ഷാംശീയ സ്ഥാനത്ത് ഏകദേശം ലംബമായിട്ടാണ് പതിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഭൂമധ്യരേഖ പ്രദേശങ്ങളിൽ താപനില എങ്ങനെയായിരിക്കും? കൂടുതലായിരിക്കും. ഇനി ഭൂമിക്ക് ഗോളാകൃതിയാണെന്ന് നമുക്കറിയാം അല്ലേ? അപ്പൊ ഭൂമിക്ക് ഗോളാകൃതി ആയതുകൊണ്ട് തന്നെ മധ്യരേഖയിൽ നിന്ന് ധ്രുവങ്ങളിലോട്ട് പോകുമ്പോൾ സൂര്യരശ്മികൾ എങ്ങനെയായിരിക്കും? ചരിഞ്ഞ് പതിക്കുന്നു. അതിനാൽ എന്താണ്? ഇരുധ്രുവങ്ങളോടും അടുക്കുമ്പോൾ, ഇരുധ്രുവങ്ങൾ എന്ന് പറഞ്ഞാൽ ഉത്തര ധ്രുവമുണ്ട്, ദക്ഷിണ ധ്രുവമുണ്ട്, അതിനാണ് ഇരുധ്രുവം എന്ന് പറയുന്നത്. അപ്പോൾ ഈ രണ്ട് ധ്രുവങ്ങളിലോടും അടുക്കുമ്പോൾ താപനില എന്ത് ചെയ്യും? ക്രമേണ കുറഞ്ഞു വരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ വ്യത്യസ്തമായ താപീയ മേഖലകൾ രൂപപ്പെടുന്നു. അപ്പോൾ നമ്മൾ പറഞ്ഞു താപവിതരണം എല്ലായിടത്തും ഒരുപോലെയല്ല, അതുകൊണ്ട് തന്നെ താപനിലയിൽ എന്തുണ്ട്? വ്യത്യാസം വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ എന്തൊക്കെയാണ് ഈ താപവിതരണത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങളെന്ന് നോക്കിയപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞു അക്ഷാംശീയ സ്ഥാനം. അപ്പൊ അക്ഷാംശീയ സ്ഥാനം പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞു സൂര്യപ്രകാശം ലംബമായിട്ട് പതിക്കുന്നത് ഭൂമധ്യരേഖയിലാണ്. അതുകൊണ്ട് തന്നെ ഭൂമധ്യരേഖ പ്രദേശത്ത് എങ്ങനെയാണ്? ചൂട് കൂടുതലാണ്. ഇനി നമുക്ക് രണ്ട് ധ്രുവങ്ങളുണ്ട്. ഈ ധ്രുവങ്ങളിലോട്ട് പോകും തോറും സൂര്യപ്രകാശം ചരിഞ്ഞ് പതിക്കുന്നത് കൊണ്ട് തന്നെ ഇവിടെ എങ്ങനെയായിരിക്കും? താപനില കുറവായിരിക്കും. ഓക്കെ അല്ലേ? അതിന് എന്തെങ്കിലും മനസ്സിലാവാതെ ഉണ്ടോ? ഇല്ല.
ഇനി രണ്ടാണ് സമുദ്രനിരപ്പിൽ നിന്നുള്ള ഉയരം. എന്താണ്? സമുദ്രനിരപ്പിൽ നിന്നുള്ള ഉയരം. ഒന്ന് എന്തായിരുന്നു? അക്ഷാംശീയ സ്ഥാനം. രണ്ടെന്താണ്? സമുദ്രനിരപ്പിൽ നിന്നുള്ള ഉയരം. എടാ, ഉയരം കൂടുമ്പോൾ താപനിലയ്ക്ക് സ്വാഭാവികമായിട്ട് എന്താണ് സംഭവിക്കുന്നത്? ഉയരം കൂടുമ്പോ താപനില എന്ത് ചെയ്യും? ഇപ്പൊ നമ്മൾ പറഞ്ഞത് എന്താണ്? കുറയും. ഭൂമധ്യരേഖ മുകളിലോട്ട് പോയപ്പോ കുറഞ്ഞില്ലേ? എന്തിനു സംശയിച്ച? അപ്പോ നമുക്ക് നോർമലി അറിയാം ഉയരം കൂടുന്തോറും അന്തരീക്ഷ താപനില എന്ത് ചെയ്യും? കുറഞ്ഞു വരും. എടാ, നമുക്ക് മുന്നേ നമ്മൾ ക്രമമായ താപനഷ്ട നിരക്കൊക്കെ പഠിച്ചിട്ടുണ്ടല്ലേ? ഓർമ്മയുണ്ടോ? ഓരോ 125 സെന്റിമീറ്റർ മുകളിലോട്ട് പോകുമ്പോഴും 1 ഡിഗ്രി സെൽഷ്യസ് കുറഞ്ഞു വരുമെന്ന് അപ്പോൾ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുണ്ട്. ഓരോ കിലോമീറ്റർ ഉയരത്തിനും എന്താണ്? ഓരോ കിലോമീറ്റർ ഉയരത്തിനും 6.4 ഡിഗ്രി സെൽഷ്യസ്. എന്താണ്? 6.4 ഡിഗ്രി സെൽഷ്യസ്. എന്താണ് നമ്മൾ പറഞ്ഞത്? ഓരോ കിലോമീറ്റർ ഉയരത്തിനും 6.4 ഡിഗ്രി സെൽഷ്യസ് എന്ന തോതിൽ അന്തരീക്ഷ താപനില കുറഞ്ഞു വരുന്ന പ്രതിഭാസമാണ് ഇവിടെ എന്തെന്ന് പറയുന്നത്? ക്രമമായ താപനഷ്ട നിരക്ക്. ഓക്കെ അല്ലേ? അപ്പോൾ നമ്മൾ പറഞ്ഞത് രണ്ടാമത്തെ പോയിന്റായിട്ട് പറഞ്ഞത് സമുദ്രനിരപ്പിൽ നിന്നുള്ള ഉയരം. അവിടെ നമ്മൾ പറഞ്ഞു ഉയരം കൂടുന്തോറും താപനില കുറഞ്ഞു വരുന്നു. ഇനി നമ്മൾ അവിടെ ക്രമമായ താപനഷ്ട നിരക്ക് പറഞ്ഞു. ഓരോ കിലോമീറ്റർ ഉയരത്തിനും എത്ര വെച്ച്? 6.4 ഡിഗ്രി സെൽഷ്യസ് വെച്ച് എന്ത് ചെയ്യുന്നു? താപനില കുറഞ്ഞു വരുന്നു. ഇതിനെ വിളിക്കുന്ന പേരാണ് ക്രമമായ താപനഷ്ട നിരക്ക്. അപ്പൊ നമ്മളിവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്താണ്? എന്തിനെ? നമ്മൾ പറഞ്ഞു ഭൂമിയിൽ എല്ലായിടത്തും താപനില ഒരുപോലെ അല്ല. അപ്പൊ ഈ താപ വിതരണത്തെ സ്വാധീനിക്കുന്ന കുറച്ച് ഘടകങ്ങളുണ്ട്. അതിലൊന്നായിരുന്നു ഏത്? അക്ഷാംശീയ സ്ഥാനം. അതിനകത്ത് നമ്മൾ പറഞ്ഞു നമ്മുടെ അക്ഷാംശ രേഖാ പ്രദേശത്ത് അല്ലെങ്കിൽ നമ്മുടെ ഭൂമധ്യരേഖാ പ്രദേശത്ത് സൂര്യപ്രകാശം ലംബമായിട്ടാണ് പതിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഭൂമധ്യരേഖാ പ്രദേശത്ത് ചൂട് എങ്ങനെയായിരിക്കും? കൂടുതലായിരിക്കും. ഇനി രണ്ട് ധ്രുവങ്ങളിലോട്ടും പോകുന്ന സമയത്ത് സൂര്യപ്രകാശം ചരിഞ്ഞ് പതിക്കുന്നതുകൊണ്ട് തന്നെ താപനില ക്രമേണ അവിടെ എങ്ങനെയായിരിക്കും? കുറവായിരിക്കും. രണ്ടാമത് പറഞ്ഞ പോയിന്റ് എന്താണ്? സമുദ്രനിരപ്പിൽ നിന്നുള്ള ഉയരം. അവിടെ നമുക്ക് ഫസ്റ്റ് പോയിന്റ് നമുക്കറിയാം, ഉയരം കൂടുന്നതിനനുസരിച്ച് താപനില കുറഞ്ഞു വരുന്നു. ഇനി ഇവിടെ പറയുന്ന പോയിന്റ് ഓരോ കിലോമീറ്റർ ഉയരത്തിനനുസരിച്ച് 6.4 ഡിഗ്രി സെൽഷ്യസ് എന്ന തോതിൽ താപം കുറഞ്ഞു വരുന്നു. ഇതിനെ വിളിക്കുന്ന പേരാണ് ക്രമമായ താപനഷ്ട നിരക്ക്. നമുക്ക് നോർമലി ക്രമമായ താപനഷ്ട നിരക്ക് മറ്റതേ അറിയാവൂ. അപ്പൊ ടെക്സ്റ്റ് ബുക്കിൽ ഇത് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇതും കൂടി എന്ത് ചെയ്യുക? 6.4 ആണെന്നുള്ള സാധനം 1 കിലോമീറ്റർ ആണെന്നുള്ളതും ഓർത്ത് വെച്ചേക്കുക. ഓക്കെ അല്ലേ? അടുത്ത 3 നമ്മളിപ്പോ പറയുന്നത് എന്താണ്? താപവിതരണത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ്. ഒന്ന് എന്തായിരുന്നു? സ്ഥാനം. രണ്ടെന്തായിരുന്നു? സമുദ്രനിരപ്പിലുള്ള ഉയരം. അടുത്തതാണ് കരയും കടലും വ്യത്യസ്തമായി ചൂട് പിടിക്കുന്നത്. എന്താണ്? കരയും കടലും വ്യത്യസ്തമായി ചൂട് പിടിക്കുന്നത്. എടാ, അതൊരു പ്രധാനപ്പെട്ട കാരണമല്ലേ താപനില വ്യത്യാസപ്പെടാനുള്ള? അപ്പൊ കരയും കടലും ഒരുപോലെയാണോ ചൂട് പിടിക്കുന്നത്? അല്ല. അപ്പോ കരയും കടലും വ്യത്യസ്തമായി ചൂട് പിടിക്കുന്നത് മറ്റൊരു പ്രധാനപ്പെട്ട കാരണമാണ്. അപ്പൊ നമുക്കറിയാം സമുദ്രത്തിന്റെ ഉപരിതലം. ഈ സമുദ്രത്തിന്റെ ഉപരിതലത്തെ അപേക്ഷിച്ച് കര എന്ത് ചെയ്യും? വേഗം എന്ത് ചെയ്യും? ചൂടാകും. അപ്പൊ പകൽ സമയത്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ കര എന്ത് ചെയ്യുന്നു? പെട്ടെന്ന് ചൂടാവുകയും അതുപോലെ കര എന്ത് ചെയ്യും? പെട്ടെന്ന് തണുക്കുകയും ചെയ്യും. അപ്പൊ കരയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ചൂടാകും, അതുപോലെ എന്ത് ചെയ്യും? പെട്ടെന്ന് തണുക്കും. അതുകൊണ്ട് തന്നെ ഈ സമുദ്രത്തെ അപേക്ഷിച്ച് കരഭാഗങ്ങളിൽ ഉഷ്ണകാല അന്തരീക്ഷ താപം എങ്ങനെയായിരിക്കും? കൂടുതലായിരിക്കും. കാരണം എന്താണ്? ഇവിടെ പെട്ടെന്ന് ചൂടാവും, അതുപോലെ തണുക്കുകയും ചെയ്യും. അപ്പൊ ഇവിടെ സ്വാഭാവികമായിട്ട് അന്തരീക്ഷ താപം എങ്ങനെയായിരിക്കും? കൂടുതലായിരിക്കും. അപ്പോൾ എന്താണ് ഇവിടെ പറയുന്നത്? എന്താണ്? ഉഷ്ണകാല അന്തരീക്ഷ താപവും ശൈത്യകാല അന്തരീക്ഷ താപവും വളരെ ഓക്കെ. അപ്പം നമുക്ക് നോക്കാം. നമ്മൾ പറഞ്ഞത് സമുദ്രത്തെ അപേക്ഷിച്ച് കര പെട്ടെന്ന് ചൂടാകുന്നുണ്ട്. അപ്പോൾ ഉഷ്ണകാല അന്തരീക്ഷ താപം എങ്ങനെയായിരിക്കും? കൂടുതലായിരിക്കും. ശൈത്യകാല അന്തരീക്ഷ താപം വളരെ കുറവും ആയിരിക്കും. അപ്പോൾ ഇവിടെ പറഞ്ഞത് അടുത്ത മൂന്നാമതൊരു പോയിന്റായിട്ട് പറഞ്ഞത് കരയും കടലും വ്യത്യസ്തമായി ചൂട് പിടിക്കുന്നു. അപ്പോൾ സമുദ്ര ഉപരിതലത്തെ അപേക്ഷിച്ച് കര വേഗം ചൂടാവുകയും അതുപോലെ തണുക്കുകയും ചെയ്യുന്നു. ഉഷ്ണകാലത്താണെങ്കിൽ എന്താണ്? അന്തരീക്ഷ താപം വളരെ കൂടുതലും ശൈത്യകാലത്ത് അന്തരീക്ഷ താപം വളരെ കുറവും ആയിരിക്കും. അപ്പൊ നമ്മൾ 3 പോയിന്റ് പഠിച്ചു. ഒന്നാമത്തെ എന്താണ് പഠിച്ചത്? എന്താണ് നമ്മുടെ ക്വസ്റ്റ്യൻ? എന്താണ്? താപവിതരണത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ. അതിൽ ഒന്ന് ഏതായിരുന്നു? അക്ഷാംശീയ സ്ഥാനം. 2 സമുദ്രനിരപ്പിൽ നിന്നുള്ള ഉയരം. 3 കരയും കടലും വ്യത്യസ്തമായി ചൂട് പിടിക്കുന്നു. അടുത്ത 4 സമുദ്രത്തിൽ നിന്നുള്ള അകലം. എന്താണ്? നമ്മൾ സമുദ്രത്തിൽ നിന്നുള്ള ഉയരം പഠിച്ചില്ലേ? അതുപോലെ അടുത്തതാണ് സമുദ്രത്തിൽ നിന്നുള്ള അകലം. എന്താണ്? സമുദ്രത്തിൽ നിന്നുള്ള അകലം. അപ്പൊ നോക്കിയോ, സമുദ്രതീര പ്രദേശങ്ങളിലെ കടലിൽ നിന്ന് കരയിലേക്കും തിരിച്ചും വരുന്ന കാശുകൾ താപനില മിതമായി നിലനിർത്താൻ സഹായിക്കുന്നുണ്ട്.
അപ്പോൾ സമുദ്രത്തിൻ്റെ എന്താണ് സമുദ്രതീരം ഉള്ള പ്രദേശങ്ങളിൽ കരയിൽ നിന്നും കടലിലോട്ടും കടലിൽ നിന്ന് കരയിലോട്ടും കാറ്റ് വീശാറുണ്ട്. അപ്പോൾ ഇങ്ങനെ വീശുന്ന കാറ്റ് എന്താണ് താപനിലയെ മിതമായി നിലനിർത്താൻ വേണ്ടിയിട്ട് സഹായിക്കുന്നവയാണ്. എന്നാൽ സമുദ്രത്തിൽ നിന്ന് അകലുന്നതിനനുസരിച്ച് ഈ സമുദ്ര സ്വാധീനം എന്ത് ചെയ്യും? കുറഞ്ഞു വരും. സമുദ്രത്തിൽ നിന്ന് അകലുന്നതിനനുസരിച്ച് സമുദ്രത്തിന്റെ സ്വാധീനം എന്ത് ചെയ്യുന്നു? കുറഞ്ഞു വരുന്നു. അതുകൊണ്ട് തന്നെ പകല് താപം എങ്ങനെയായിരിക്കും? ഭയങ്കര കൂടുതലും, രാത്രി എങ്ങനെയായിരിക്കും? വളരെ കുറവായിരിക്കും. അപ്പൊ സമുദ്രതീരമുള്ള പ്രദേശങ്ങളിലാണെങ്കിൽ സമുദ്രതീരമുള്ള പ്രദേശങ്ങളിൽ സമുദ്രത്തിനോട് അടുത്താണ് സ്ഥിതി ചെയ്യുന്നതെങ്കിൽ കടലിൽ നിന്ന് കരയിലോട്ടും കരയിൽ നിന്ന് കടലിലോട്ടും കടലിൽ നിന്ന് കരയിലോട്ടും എന്ത് ചെയ്യാറുണ്ട്? കാറ്റ് വീശാറുണ്ട്. അപ്പോൾ അതെന്ത് ചെയ്യുന്നുണ്ട്? താപത്തെ ഏറെക്കുറെ എന്ത് ചെയ്യുന്നുണ്ട്? വലിയ പ്രശ്നങ്ങളില്ലാതെ നിലനിർത്തും. എന്നാൽ സമുദ്രത്തിൽ നിന്ന് അകലം കൂടുന്നതിനനുസരിച്ച് താപനില എന്ത് സംഭവിക്കുന്നു? താപനില കൂടുന്നു. അപ്പൊ സമുദ്രത്തിൽ നിന്ന് അകലം കൂടുന്നതിനനുസരിച്ച് താപനില എന്ത് ചെയ്യുന്നു? കൂടുന്നു. അപ്പൊ രാത്രി സമയത്ത് എന്നാൽ താപനില കുറവായിരിക്കും. ഓക്കെ അല്ലേ? അപ്പൊ അതാണ് സമുദ്രത്തിൽ നിന്നുള്ള അകലം. എന്താണെന്ന് ചോദിച്ചാൽ സമുദ്രതീര പ്രദേശങ്ങളിൽ കടലിൽ നിന്ന് കരയിലേക്കും തിരിച്ചും കാറ്റുകൾ വീശുന്നുണ്ട്. ഇതെന്ത് ചെയ്യുന്നുണ്ട്? താപനില മിതമായി നിലനിർത്താൻ സഹായിക്കുന്നു. എന്നാൽ സമുദ്രത്തിൽ നിന്ന് അകലും തോറും ഈ സമുദ്ര സ്വാധീനം കുറഞ്ഞു വരുന്നതിനാൽ പകൽ താപം വളരെ കൂടുതലും രാത്രി താപം വളരെ കുറവും ആയിരിക്കും. മനസ്സിലായോ? അപ്പോൾ നമ്മൾ താപവിതരണ പ്രക്രിയകളാണ് നമ്മൾ അല്ലെങ്കിൽ താപവിതരണത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ് പഠിച്ചത്. ഒന്നാരായിരുന്നു? അക്ഷാംശീയ സ്ഥാനം. രണ്ടാരായിരുന്നു? സമുദ്രനിരപ്പിൽ നിന്നുള്ള ഉയരം. 3 കരയും കടലും വ്യത്യസ്തമായി ചൂട് പിടിക്കുന്നു. അടുത്ത 4 സമുദ്രത്തിൽ നിന്നുള്ള അകലം. ഇതാണ് നമുക്ക് ടെക്സ്റ്റിൽ പഠിക്കാനുള്ള പ്രധാനപ്പെട്ട 4 പോയിന്റ്. ഓക്കെ അല്ലേ? ഇനി സമുദ്രജല പ്രവാഹങ്ങളെ കുറിച്ച് ചെറുതായിട്ടൊന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. കേട്ടിട്ടുണ്ടോ സമുദ്രജല പ്രവാഹങ്ങൾ? അതിൽ നമുക്ക് പഠിക്കാനുണ്ടെങ്കിൽ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട്. നമുക്കതൊരു ക്ലാസ് ആയിട്ട് ചെയ്യാം അല്ലേ? സമുദ്രജല പ്രവാഹം. അപ്പോൾ നമുക്കതൊരു ക്ലാസ് ആയിട്ട് ചെയ്യാം. അപ്പോൾ സമുദ്രജല പ്രവാഹങ്ങൾ ഉഷ്ണജല പ്രവാഹമുണ്ട്, ശീതജല പ്രവാഹങ്ങളും ഉണ്ട്. അപ്പോൾ ടെക്സ്റ്റ് ബുക്കിൽ നമുക്ക് നോക്കാം. അപ്പോൾ നോക്കിയാൽ ഉഷ്ണജല പ്രവാഹങ്ങളും ശീതജല പ്രവാഹങ്ങളും കടന്നു പോകുന്ന തീരപ്രദേശങ്ങളിലെ അന്തരീക്ഷ താപനില യഥാക്രമം കൂടുകയും കുറയുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ സമുദ്രജല പ്രവാഹങ്ങൾ കടന്നു പോകുന്ന തീരപ്രദേശങ്ങളിലെ താപനില ചില സമയത്ത് കൂടാറുണ്ട്, അതുപോലെ എന്ത് ചെയ്യാറുണ്ട്? കുറയാറുണ്ട്. ഇവിടെ അറ്റ്ലാന്റിക് പ്രവാഹം, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ അവിടെ പറയുന്നുണ്ട് കേട്ടോ. നമുക്ക് അതൊരു സമുദ്രജല പ്രവാഹമായിട്ട് നമുക്ക് എടുക്കാം. ഇതിനകത്ത് കൂടുതലൊന്നും പറയുന്നില്ല. ജസ്റ്റ് എന്താണ് സമുദ്രജല പ്രവാഹം എന്ന് പറയാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് കൊടുത്തിട്ടുണ്ടെന്നേ ഉള്ളൂ കേട്ടോ. അല്ലാതെ ഇതിനകത്ത് കൂടുതലൊന്നും പറയുന്നില്ല. ഇനി പറയാനുള്ളതാണ് എന്താണ് നമ്മൾ ബാരോമീറ്റർ. നമ്മൾ നേരത്തെ നീ ബാരോമീറ്റർ പറഞ്ഞായിരുന്നല്ലേ? എന്തായിരുന്നു ബാരോമീറ്റർ? അന്തരീക്ഷ മർദ്ദം. അത് തന്നെയാണ് അന്തരീക്ഷ എന്നിട്ട് നമ്മളത് പറഞ്ഞില്ലല്ലേ അവിടെ. അപ്പൊ അന്തരീക്ഷ മർദ്ദം അളക്കുന്ന ഉപകരണമാണ് ഏത്? ബാരോമീറ്റർ. അല്ലെങ്കിൽ നമുക്ക് എന്തെന്ന് പറയാം? രസ ബാരോമീറ്റർ എന്നൊക്കെ നമ്മൾ പറയാറുണ്ട് അല്ലേ? അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ തെർമോമീറ്റർ എന്തായിരുന്നു? താപനില അളക്കാനുള്ളതാണ്. അത് മാക്സിമം ഉണ്ട്, മിനിമം ഉണ്ട്. ഒരു ദിവസത്തെ മാക്സിമം ടെമ്പറേച്ചർ എപ്പോ കണക്കാക്കും? 2 മണിക്ക്. മിനിമം ആണെങ്കിൽ സൂര്യോദയത്തിന് തൊട്ട് മുന്നേ ഉള്ള കാലാവസ്ഥ. അപ്പൊ അന്തരീക്ഷ മർദ്ദം അളക്കുന്ന ഉപകരണമാണ് എന്ത്? ബാരോമീറ്റർ. അന്തരീക്ഷ മർദ്ദം രേഖപ്പെടുത്തുന്നത് സാധാരണ മില്ലിബാർ, അതുപോലെ ഹെക്ടോ പാസ്കൽ എന്നീ ഏകകങ്ങളിലാണ്. അപ്പൊ അന്തരീക്ഷ മർദ്ദം അളക്കുന്ന ഉപകരണമാണ് ബാരോമീറ്റർ. അന്തരീക്ഷ മർദ്ദം രേഖപ്പെടുത്തുന്നത് എന്തിലൊക്കെയാണ്? മില്ലിബാറിലും ഹെക്ടോ പാസ്കലിലും എന്ത് ചെയ്യാറുണ്ട്? അന്തരീക്ഷ മർദ്ദം രേഖപ്പെടുത്താറുണ്ട്. അപ്പൊ അന്തരീക്ഷ മർദ്ദം രേഖപ്പെടുത്തുന്ന ഏകകങ്ങളാണ് മില്ലിബാർ, ഹെക്ടോ പാസ്കൽ. ഇനി നമുക്ക് അന്തരീക്ഷ മർദ്ദവും കാറ്റുകളും എന്ന് പറയുന്ന ഒരു സംഭവത്തിലോട്ടാണ് നമ്മൾ പോകുന്നത്. ഓക്കെ അല്ലേ? എടാ, വായുവിന് ഭാരമുണ്ടോ ഇല്ലയോ? വായുവിന് ഭാരമുണ്ടോ? ഉണ്ട്. വായുവിന് ബാക്കിയുള്ള എല്ലാ വസ്തുക്കളെയും പോലെ വായുവിനും എന്തുണ്ട്? ഭാരമുണ്ട്. അന്തരീക്ഷ വായു ഭൗമോപരിതലത്തിൽ ചെലുത്തുന്ന ഭാരമാണ് എന്ത്? ഇപ്പൊ പറഞ്ഞ സാധനം അന്തരീക്ഷ മർദ്ദം. അപ്പൊ വായുവിന് ഭാരം ഉണ്ടോ? ഉണ്ട്. മറ്റെല്ലാ വസ്തുക്കളെയും പോലെ വായുവിനും ഭാരമുണ്ട്. ഈ അന്തരീക്ഷ വായു ഭൗമ ഉപരിതലത്തിൽ ചെലുത്തുന്ന ഭാരത്തിനെയാണ് എന്തെന്ന് വിളിക്കുന്നത്? അന്തരീക്ഷ മർദ്ദം എന്ന് വിളിക്കുന്നത്. അപ്പൊ എന്താണ് അന്തരീക്ഷ മർദ്ദം എന്ന് ചോദിച്ചാൽ എന്താണ്? അന്തരീക്ഷ വായു ഭൗമോപരിതലത്തിൽ ചെലുത്തുന്ന ഭാരമാണ് അന്തരീക്ഷ മർദ്ദം. ഈ അന്തരീക്ഷ മർദ്ദത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ എന്തൊക്കെയാണ്? അന്തരീക്ഷ മർദ്ദത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ് ഒന്ന് അന്തരീക്ഷ താപനില. ഒന്നെന്താണ്? അന്തരീക്ഷ താപനില. സമുദ്രനിരപ്പിൽ നിന്നുള്ള ഉയരം. അന്തരീക്ഷ വായുവിലെ ജലാംശം.
അന്തരീക്ഷ വായുവിലെ ജലാംശം. അപ്പൊ നമ്മൾ പറഞ്ഞു എന്താണ് അന്തരീക്ഷ മർദ്ദം എന്ന് ചോദിച്ചാൽ എന്താണ്? മറ്റെല്ലാ വസ്തുക്കളെയും പോലെ വായുവിനും ഭാരമുണ്ട്. ഈ അന്തരീക്ഷ വായു ഭൗമോപരിതലത്തിൽ ചെലുത്തുന്ന ഭാരമാണ് അന്തരീക്ഷ മർദ്ദം. ഈ അന്തരീക്ഷ മർദ്ദത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ് അന്തരീക്ഷ താപനില, സമുദ്രനിരപ്പിൽ നിന്നുള്ള ഉയരം, അന്തരീക്ഷ വായുവിലെ ജലാംശം. ഇനി നമ്മൾ പറഞ്ഞു അന്തരീക്ഷ വായു ചൂട് പിടിക്കാറുണ്ട്. ചൂട് പിടിച്ച അന്തരീക്ഷ വായു വികസിച്ച് എന്ത് ചെയ്യും? മുകളിലേക്ക് ഉയരും. ഈ വികസിക്കുന്ന സമയത്ത് ഇതിന്റെ ഭാരം എന്ത് ചെയ്യും? കുറയും. അപ്പോൾ നമ്മൾ പറഞ്ഞു അന്തരീക്ഷ വായു ചൂട് പിടിച്ച് വികസിക്കുകയും ഇതിന്റെ ഭാരം കുറയുകയും ഇതെന്ത് ചെയ്യുന്നു? മുകളിലോട്ട് ഉയർന്നു പോവുകയും ചെയ്യുന്നു. ഇങ്ങനെ എന്ത് ചെയ്യുന്നുണ്ട്? ന്യൂനമർദ്ദ മേഖലകൾ രൂപപ്പെടാറുണ്ട്. അപ്പൊ നമുക്ക് ന്യൂനമർദ്ദ മേഖലയും ഉണ്ട്, ഉച്ചമർദ്ദ മേഖലകളും ഉണ്ട്. അപ്പൊ നമ്മളിനി കാറ്റ് പഠിക്കുമ്പോൾ പറയും കാറ്റ് എപ്പോഴും ഉച്ചമർദ്ദ മേഖലയിൽ നിന്ന് ന്യൂനമർദ്ദ മേഖലയിലോട്ടാണ് വീശുന്നത്. അപ്പോൾ നമ്മളിവിടെ പറഞ്ഞത് എന്താണ്? നമ്മുടെ അന്തരീക്ഷ വായുവിന് ഒരു ഭാരമുണ്ട്. ഈ അന്തരീക്ഷ വായു ചൂട് പിടിക്കുന്ന സമയത്ത് ഇതെന്ത് ചെയ്യും? വികസിക്കുമ്പോൾ ഇതിന്റെ ഭാരം കുറയും. ഭാരം കുറഞ്ഞ സാധനങ്ങളെല്ലാം സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യണം? മുകളിലോട്ട് പോകും. അങ്ങനെ ഈ ഭാരം കുറഞ്ഞ് വികസിച്ച വായു എന്ത് ചെയ്യുന്നുണ്ട്? മുകളിലോട്ട് പോകുന്നു. ഇങ്ങനെ എന്ത് ചെയ്യും? ന്യൂനമർദ്ദ മേഖലകൾ രൂപപ്പെടും. എന്താണ്? ന്യൂനമർദ്ദ മേഖലകൾ രൂപപ്പെടും. ഇങ്ങനെ എന്ത് ചെയ്യുന്നുണ്ടെന്നറിയാമോ? ഇത്തരത്തിൽ ഉയർന്നു വരുന്ന വായു ക്രമേണ തണുത്ത് സങ്കോചിച്ച് താഴ്ന്നിറങ്ങുന്ന ഇടങ്ങളിൽ എന്ത് രൂപപ്പെടും? ഉച്ചമർദ്ദം രൂപപ്പെടും. അപ്പോൾ ഇത് ഓൾറെഡി ചൂട് പിടിച്ച് കിടക്കുന്നുണ്ട്. അത് അവിടെ നിന്ന് വികസിച്ച് അതിന്റെ ഭാരം കുറഞ്ഞ് അത് മുകളിലോട്ട് പോകും. അപ്പോൾ അവിടെ എന്ത് രൂപപ്പെടും? ന്യൂനമർദ്ദം രൂപപ്പെടും. ഇതിനെ അവിടെ നിന്നിട്ട് എന്ത് ചെയ്യും? ഈ വായു ക്രമേണ തണുക്കും. തണുത്തിട്ട് ഇത് എന്ത് ചെയ്യും? താഴോട്ട് ഇറങ്ങുമ്പോഴത്തേക്കും ആ മേഖലകളിൽ എന്ത് രൂപപ്പെടും? ഉച്ചമർദ്ദം രൂപപ്പെടും. ഇനി മുകളിലോട്ടാണ് പോകുന്നത്, ഭാരം കുറഞ്ഞ് മുകളിലോട്ടാണ് പോകണമെങ്കിൽ അവിടെ എന്ത് രൂപപ്പെടും? ന്യൂനമർദ്ദം. തണുത്ത് താഴോട്ട് ഇറങ്ങുമ്പോഴത്തേക്കും ഉച്ചമർദ്ദം. നമ്മൾ പഠിക്കുമ്പോൾ എന്താണ്? മധ്യരേഖ, ന്യൂനമർദ്ദ മേഖല, ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖല, അങ്ങനെ നമ്മൾ പഠിക്കാറുണ്ട്. അത് നമുക്ക് കാറ്റ് പഠിക്കുമ്പോൾ കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് നോക്കാനുണ്ട് കേട്ടോ. അപ്പോൾ നോക്കിയോ, സമുദ്രനിരപ്പിൽ നിന്ന് ഉയരും തോറും, അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞു അന്തരീക്ഷ മർദ്ദത്തെ സ്വാധീനിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഘടകമാണ് ഏത്? സമുദ്രനിരപ്പിൽ നിന്നുള്ള ഉയരം. അപ്പോൾ സമുദ്രനിരപ്പിൽ നിന്ന് ഉയർന്നതിനനുസരിച്ച് അന്തരീക്ഷ വാതകങ്ങളുടെ സാന്ദ്രത എന്ത് ചെയ്യും? കുറയും. അപ്പൊ എന്ത് ചെയ്യുന്നു? സമുദ്രനിരപ്പിൽ നിന്ന് ഉയരും തോറും അന്തരീക്ഷ വാതകങ്ങളുടെ സാന്ദ്രത കുറയുന്നതിനാൽ അന്തരീക്ഷ മർദ്ദം എന്ത് ചെയ്യും? കുറയും. അപ്പോൾ സമുദ്രനിരപ്പിൽ നിന്ന് ഉയരും തോറും അന്തരീക്ഷ വാതകങ്ങളുടെ സാന്ദ്രത കുറയുന്നു. സാന്ദ്രത കുറയുന്നത് കൊണ്ട് തന്നെ എന്ത് ചെയ്യുന്നു? അന്തരീക്ഷ മർദ്ദവും കുറഞ്ഞു വരുന്നു. ഓരോ 10 മീറ്ററിനും ഓരോ 10 മീറ്ററിനും ഏകദേശം 1 മില്ലിബാർ എന്ന തോതിലാണ് ലംബതലത്തിൽ അന്തരീക്ഷ മർദ്ദം കുറയുന്നത്. അപ്പൊ ലംബതലത്തിൽ അന്തരീക്ഷ മർദ്ദം കുറയുന്നത് എങ്ങനെയാണ്? ഓരോ 10 മീറ്ററിനും ഏകദേശം 1 മില്ലിബാർ. ഓരോ 10 മീറ്ററിനും ഏകദേശം 1 മില്ലിബാർ എന്ന തോതിലാണ് ലംബതലത്തിൽ അന്തരീക്ഷ മർദ്ദം കുറയുന്നത്. നമ്മൾ പറഞ്ഞു സമുദ്രനിരപ്പിൽ നിന്ന് ഉയരുന്നതിനനുസരിച്ച് അന്തരീക്ഷ വാതകങ്ങളുടെ സാന്ദ്രത എന്ത് ചെയ്യുന്നു? കുറയുന്നു. അന്തരീക്ഷ വാതകങ്ങളുടെ സാന്ദ്രത കുറയുമ്പോഴത്തേക്കും അന്തരീക്ഷ മർദ്ദം എന്ത് ചെയ്യുന്നു? കുറയുന്നു. അതെങ്ങനെയാണ് കുറയുന്നത്? ഓരോ 10 മീറ്റർ ഉയരുമ്പോഴത്തേക്കും ഏകദേശം 1 മില്ലിബാർ എന്ന തോതിൽ ലംബതലത്തിൽ അന്തരീക്ഷ മർദ്ദം കുറയുന്നു. കിട്ടിയ ഇത്രയും പറഞ്ഞത് ഓക്കെ അല്ലേ? അന്തരീക്ഷ മർദ്ദമാണ് നമ്മളിവിടെ പറഞ്ഞുകൊണ്ടിരുന്നത്. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞു അന്തരീക്ഷ മർദ്ദത്തെ സ്വാധീനിക്കുന്ന ഒന്നാണ് അന്തരീക്ഷ വായുവിലെ ജലാംശം അല്ലേ? അതിനെ വിളിക്കുന്ന പേരെന്താണ്? ആർദ്രത അല്ലെങ്കിൽ ഹ്യൂമിഡിറ്റി എന്നൊക്കെ നമ്മൾ വിളിക്കാറുണ്ട്. അപ്പൊ നോക്കിക്കോ, വായുവിലെ ജലാംശം കൂടുമ്പോൾ, അതായത് ആർദ്രത, അതാണ് വായുവിലെ ജലാംശം. ഈ വായുവിലെ ജലാംശം കൂടുന്ന സമയത്ത് നൈട്രജൻ, ഓക്സിജൻ തുടങ്ങിയ ഭാരം കൂടിയ വാതകങ്ങളുടെ സ്ഥാനത്ത് ജലതന്മാത്രകൾ വന്നിരിക്കും. ഓക്കെ അല്ലേ? അപ്പോൾ നമ്മൾ പറഞ്ഞത് അന്തരീക്ഷ വായുവിലെ ജലാംശം കൂടുകയാണ്. അതായത് നമ്മുടെ അന്തരീക്ഷ വായുവിലെ ആ ജലാംശത്തിനാണ് നമ്മൾ ആർദ്രത എന്ന് വിളിക്കുന്നത്. ഈ ആർദ്രത എന്ത് ചെയ്യാണ്? കൂടുകയാണ്. അന്തരീക്ഷ വായുവിലെ ജലാംശം കൂടുകയാണ്. ഇങ്ങനെ കൂടുന്ന സമയത്ത് ഓക്സിജൻ, നൈട്രജൻ തുടങ്ങിയ ഭാരം കൂടിയ വാതകങ്ങളുടെ സ്ഥാനത്ത് ആര് വന്നിരിക്കും? ഈ ജലതന്മാത്രകൾ ഇടം പിടിക്കുന്നു. ജലതന്മാത്രകൾക്ക് ഭാരം കുറവായതുകൊണ്ട് തന്നെ ഇതെന്ത് ചെയ്യും? വരണ്ട വായുവിനെ അപേക്ഷിച്ച് ആർദ്ര വായുവിൽ അന്തരീക്ഷ മർദ്ദം കുറവായിരിക്കും. ഈ ജലതന്മാത്രകൾക്ക് നോർമലി ഭാരം എന്താണ്? കുറവാണ്. അപ്പോൾ ജലതന്മാത്രകൾക്ക് ഭാരം കുറവായതുകൊണ്ട് തന്നെ വരണ്ട വായുവിനെ അപേക്ഷിച്ച് ആർദ്ര വായുവിൽ അന്തരീക്ഷ മർദ്ദം എങ്ങനെയായിരിക്കും? കുറവായിരിക്കും. അപ്പോൾ ആർദ്ര വായുവിൽ അന്തരീക്ഷ മർദ്ദം എങ്ങനെയായിരിക്കും? കുറവായിരിക്കും. ഓക്കെ അല്ലേ? ആണ് വേറെ ഒന്നുമില്ല. അപ്പൊ എന്താണ് ആർദ്രത എന്ന് ചോദിച്ചാൽ അന്തരീക്ഷ വായുവിലെ ജലാംശത്തിന്റെ അളവാണ് ഇതെന്ന് പറയുന്നത് ആർദ്രത എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? കിട്ടിയാ? ഇനി നമ്മൾ പറഞ്ഞു ഇവിടെ അന്തരീക്ഷ മർദ്ദവും അടുത്ത് നമ്മൾ ആരെ പറഞ്ഞു? കാറ്റുകളുമാണ് പറഞ്ഞത്. അപ്പൊ മർദ്ദം പറഞ്ഞിട്ടാണ് നമുക്ക് എന്ത് പറയാനുള്ളത്? കാറ്റിനെ കുറിച്ച് പറയാനുള്ളത്. ഓക്കെ, അപ്പോൾ അന്തരീക്ഷ മർദ്ദം പറഞ്ഞു. ഇനി അടുത്ത് നമുക്ക് നോക്കാനുള്ളതാണ് കാറ്റുകൾ കേട്ടോ. അപ്പൊ കാറ്റ് എന്ന് പറയുമ്പോഴത്തേക്കും
ചെറിയ കാറ്റുണ്ട്, വിനാശകരമായ കൊടുങ്കാറ്റുകൾ വരെ ഉണ്ടല്ലേ. അപ്പോൾ കാറ്റെന്ന് പറയുമ്പോഴത്തേക്ക് ഇളം കാറ്റുകൾ മുതൽ വിനാശകാരികളായ കൊടുങ്കാറ്റുകൾ വരെ ഉണ്ട്. ഇനി നോക്കിയോ, ഒരേ മർദ്ദമുള്ള പ്രദേശങ്ങളെ എന്താണ്, ഒരേ മർദ്ദമുള്ള പ്രദേശങ്ങളെ തമ്മിൽ യോജിപ്പിച്ചു കൊണ്ടുവരയ്ക്കുന്ന സാങ്കല്പിക രേഖകളെ എന്തെന്ന് വിളിക്കാം? മർദ്ദമാണ്. അപ്പൊ എന്തെന്ന് വിളിക്കാം? സമമർദ്ദ രേഖകൾ. എടാ നമ്മൾ നേരത്തെ വേറൊരെണ്ണം പറഞ്ഞല്ലോ, അതെന്തായിരുന്നു? സമതാപ രേഖ എന്തായിരുന്നു? ഒരേ താപനിലയുള്ള പ്രദേശങ്ങളെ തമ്മിൽ യോജിപ്പിച്ച് വരയ്ക്കുന്ന സാങ്കല്പിക രേഖയാണ് സമതാപ രേഖ. അങ്ങനെയാണെങ്കിൽ സമമർദ്ദ രേഖ എന്തായിരിക്കും? പ്രദേശങ്ങളെ തമ്മിൽ യോജിപ്പിച്ചു കൊണ്ട് വരയ്ക്കുന്ന സാങ്കല്പിക രേഖകളാണ് എന്ത്? സമമർദ്ദ രേഖകൾ. ഓക്കെ അല്ലേ? ഇവിടെ പ്രദേശമാണെന്ന് മാത്രം ഓർത്താൽ മതി. ഓക്കെ അല്ലേ? ഇനി നോക്കിക്കോ, ഭൗമോപരിതലത്തിൽ ഏറ്റവും കുറഞ്ഞ അന്തരീക്ഷ മർദ്ദം. ഓക്കെ, നോക്കിയോ, നമ്മുടെ ഭൗമോപരിതലത്തിൽ ഏറ്റവും കുറഞ്ഞ അന്തരീക്ഷ മർദ്ദം ഭൂമധ്യരേഖാ പ്രദേശങ്ങളിലും, അങ്ങനെയാണെങ്കിൽ ഏറ്റവും കൂടിയ അന്തരീക്ഷ മർദ്ദം എവിടെയോ ആയിരിക്കും? ധ്രുവ പ്രദേശങ്ങളിലും ആയിരിക്കും. താപനിലയുടെ കാര്യത്തിൽ അങ്ങനെയല്ലേ? ഏറ്റവും കൂടിയ താപനില എവിടെയാണ്? ഭൂമധ്യരേഖാ പ്രദേശത്തും ഏറ്റവും കുറഞ്ഞത് എവിടെയായിരിക്കും? ധ്രുവ പ്രദേശങ്ങളിലും ആയിരിക്കും. അതുപോലെ ഭൗമോപരിതലത്തിലെ ഏറ്റവും അന്തരീക്ഷ മർദ്ദം കുറഞ്ഞത് ഭൂമധ്യരേഖാ പ്രദേശത്തും, അന്തരീക്ഷ മർദ്ദം ഏറ്റവും കുറവ് എവിടെയായിരിക്കും? ഭൂമധ്യരേഖാ പ്രദേശത്തും. അന്തരീക്ഷ മർദ്ദം ഏറ്റവും കൂടുതൽ എവിടെയായിരിക്കും? ധ്രുവ പ്രദേശങ്ങളിലും ആയിരിക്കും. അതായത് മധ്യരേഖ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഭൂമധ്യരേഖ. ഈ മധ്യരേഖയിൽ നിന്നും ധ്രുവങ്ങൾക്ക് അഭിമുഖം, ധ്രുവം എന്ന് പറഞ്ഞാൽ മുകളിലോട്ട് അല്ലേ, മുകളിലോട്ടും അതുപോലെ താഴോട്ടും. ധ്രുവങ്ങൾക്ക് അഭിമുഖമായി മർദ്ദം ക്രമേണ എന്ത് ചെയ്യുന്നുണ്ട്? കൂടി വരുന്നുണ്ട്. അപ്പോൾ ഭൂമധ്യരേഖയിൽ നിന്ന് ധ്രുവങ്ങൾക്ക് അഭിമുഖമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? മർദ്ദം കൂടി വരുന്നുണ്ട്. എന്നാൽ ചിലയിടങ്ങളിൽ എന്ത് സംഭവിക്കുന്നുണ്ടെന്ന് അറിയാമോ? ഈ ഭൂഭ്രമണത്തിൻ്റെതായ സ്വാധീനത്താൽ മർദ്ദ സാഹചര്യങ്ങൾ വ്യത്യാസപ്പെട്ടിരിക്കുന്നു. അതായത് നമ്മൾ മുകളിലോട്ട് പറയുന്ന സമയത്ത് നമ്മൾ ഇനിയിപ്പോൾ പഠിക്കും, നമ്മൾ ആഗോള മർദ്ദ മേഖലകളാണ് പറയാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞു ഭൂമധ്യരേഖയിൽ നിന്ന് മുകളിലോട്ട് പോകുമ്പോഴത്തേക്ക് മർദ്ദം സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യുമെന്ന് പറഞ്ഞു? കൂടുമെന്ന് പറഞ്ഞു. എന്നാൽ എല്ലായിടത്തും ഉച്ചമർദ്ദം അല്ല. ചില സ്ഥലങ്ങളിൽ എന്തുണ്ട്? ന്യൂനമർദ്ദം ഉണ്ട്. അത് നമ്മളിപ്പോൾ എന്താണ് ആഗോള മർദ്ദ മേഖലകൾ പഠിക്കുമ്പോൾ പഠിക്കും. അപ്പോൾ നമ്മൾ പറഞ്ഞു നോർമലി ഇത് എന്ത് ചെയ്യണം? കൂടി വരണം അല്ലേ മുകളിലോട്ട് പോകുമ്പോഴത്തേക്കും. പക്ഷേ ചിലയിടങ്ങളിൽ ഭൂമി ഭ്രമണം ചെയ്യുന്നുണ്ടല്ലോ. അപ്പോൾ ഈ ഭൂഭ്രമണത്തിൻ്റെതായ സ്വാധീനത്താൽ മർദ്ദ സാഹചര്യങ്ങൾ എന്ത് വരുന്നുണ്ട്? വ്യത്യാസം വരുന്നുണ്ട്. ചില പ്രത്യേക അക്ഷാംശ മേഖലകൾ കേന്ദ്രീകരിച്ച് പ്രത്യേക മർദ്ദ മേഖലകൾ രൂപപ്പെടുന്നു. എന്താണ്? ചില പ്രത്യേക അക്ഷാംശ മേഖലകൾ കേന്ദ്രീകരിച്ച് മർദ്ദ മേഖലകൾ എന്ത് ചെയ്യാറുണ്ട്? രൂപപ്പെടുത്താറുണ്ട്. ഇതിനെയാണ് ആഗോള മർദ്ദ മേഖലകൾ എന്ന് വിളിക്കുന്നത്. ഇതിനെയാണ് എന്തെന്ന് വിളിക്കുന്നത്? ആഗോള മർദ്ദ മേഖലകൾ എന്ന് വിളിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇനി പഠിക്കാൻ പോകുന്ന ആരെക്കുറിച്ചായിരിക്കും? ഈ ആഗോള മർദ്ദ മേഖലയെ കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത്. ഓക്കെ അല്ലേ? എടാ 0 ഡിഗ്രി നമ്മളൊരു ഗ്ലോബ് പോലെ നിങ്ങളൊരു വട്ടം വരയ്ക്കുക, അതിൻ്റെ നടുക്ക് ഒരു വര, അതിന് നമ്മൾ എന്തെന്ന് പറയുന്നു? 0 ഡിഗ്രി. എന്താണ്? മധ്യരേഖ ന്യൂനമർദ്ദ മേഖല. എന്താണ്? മധ്യരേഖ ന്യൂനമർദ്ദ മേഖല. അപ്പോൾ നമ്മളൊരു വട്ടം വരച്ചിട്ട് അതിൻ്റെ സെൻറ്ററിൽ ഒരു വര വരച്ചാൽ ഭൂമധ്യരേഖ അതൊന്നും ഓർത്താൽ മതി. അപ്പോൾ ഇതെന്താണ്? 0 ഡിഗ്രി മധ്യരേഖ ന്യൂനമർദ്ദ മേഖല. ഇനി അതേപോലെ നമ്മളിനി മുകളിലോട്ട് പറയുന്ന സാധനങ്ങൾ അതേപോലെ താഴോട്ടും. ഓക്കെ, അപ്പോൾ ഈ 0 ഡിഗ്രിക്ക് വടക്കും അതുപോലെ തെക്കും 30 ഡിഗ്രിയാണ്. 30 ഡിഗ്രി വടക്കും 30 ഡിഗ്രി തെക്കും ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖല. എന്താണ്? ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖല. താഴെയും അതുപോലെ തന്നെ മുകളിലും അതുപോലെ തന്നെ എന്താണ്? ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖല. ഇനി അതുപോലെ 60 ഡിഗ്രി വടക്കും 60 ഡിഗ്രി തെക്കും, അതായത് 30 ഡിഗ്രിക്ക് അടുത്ത മുകളിലോട്ട് 60 ഡിഗ്രി വടക്കും 60 ഡിഗ്രി തെക്കും എന്താണ്? ഉപധ്രുവീയ ന്യൂനമർദ്ദ മേഖല. എന്താണ്? ഉപധ്രുവീയ ന്യൂനമർദ്ദ മേഖല. ഇനി മുകളിൽ ഏറ്റവും മുകളിൽ വടക്ക് 90 ഡിഗ്രി വടക്കും 90 ഡിഗ്രി തെക്കും എന്താണ്? ധ്രുവീയ ഉച്ചമർദ്ദ മേഖല. എന്താണ്? ധ്രുവീയ ഉച്ചമർദ്ദ മേഖല. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു മർദ്ദം എന്ന് പറയുന്നത് ഭൂമധ്യരേഖാ പ്രദേശത്ത് എങ്ങനെയാണ്? കുറവും. ധ്രുവങ്ങളിലോട്ട് പോകുമ്പോൾ സ്വാഭാവികമായിട്ടും കൂടുകയാണ് ചെയ്യേണ്ടത്. എന്നാൽ ഭൂഭ്രമണത്തിൻ്റെ സ്വാധീനത്താൽ ഇതിൽ എന്ത് ചെയ്യുന്നുണ്ട്? വ്യത്യാസം സംഭവിക്കുന്നുണ്ട്. മധ്യരേഖാ പ്രദേശങ്ങളിലും അതായത് എന്താണ് അക്ഷാംശ മേഖലകൾ കേന്ദ്രീകരിച്ച് ചില മർദ്ദ മേഖലകൾ രൂപപ്പെടുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞത് വെച്ച് തന്നെ നമുക്കറിയാം ചില സ്ഥലങ്ങളിൽ ഉച്ചമർദ്ദവും ചില സ്ഥലങ്ങളിൽ ന്യൂനമർദ്ദവും അല്ലേ. അപ്പോൾ നമ്മൾ പറഞ്ഞു ഒരു വട്ടം വരയ്ക്കുക, അതിൽ 0 ഡിഗ്രി ആണെങ്കിൽ അതെന്താണ്? മധ്യരേഖ ന്യൂനമർദ്ദ മേഖല. അടുത്ത് 30 ഡിഗ്രി മുകളിലോട്ടും അതുപോലെ 30 ഡിഗ്രി താഴോട്ടും ആകുമ്പോഴത്തേക്ക് അതെന്തായി മാറി? ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖല. അതുപോലെ 60 ഡിഗ്രി വടക്കും 60 ഡിഗ്രി തെക്കും എന്താണ്? ഉപധ്രുവീയ ന്യൂനമർദ്ദ മേഖല. 90 ഡിഗ്രി വടക്കും 90 ഡിഗ്രി തെക്കും എന്താണ്? ധ്രുവീയ ഉച്ചമർദ്ദ മേഖല. ഈ ഒരു പിക്ചർ കിട്ടിക്കഴിഞ്ഞോ?
എങ്കിൽ നമുക്ക് ബാക്കി പഠിക്കാം. ഓക്കെ അല്ലേ? അപ്പൊ ആദ്യം നോക്കിക്കോ, 0 ഡിഗ്രി നമ്മൾ എന്താണ് പറഞ്ഞത്? മധ്യരേഖ ന്യൂനമർദ്ദ മേഖല. അപ്പൊ നോക്കിക്കോ, മധ്യരേഖാ പ്രദേശത്തെ ഉയർന്ന അവിടെ താപനില എങ്ങനെയാണ്? കൂടുതലാണ്. മർദ്ദം എങ്ങനെയാണ് നമ്മൾ പറഞ്ഞു? കുറവാണ്. അപ്പോൾ ഇവിടുത്തെ ഉയർന്ന താപനില കാരണം വായു എന്ത് ചെയ്യുന്നു? ചൂടാവുമ്പോൾ അത് എന്ത് ചെയ്യും എന്ന് പറഞ്ഞു? വികസിക്കുമ്പോൾ എന്ത് ചെയ്യും? മുകളിലോട്ട് ഉയർന്നു കഴിഞ്ഞാൽ ആ വായു ഉച്ചമർദ്ദമായിരിക്കോ ന്യൂനമർദ്ദമായിരിക്കോ? വായു വികസിച്ച് മുകളിലോട്ട് ചെന്ന് കഴിഞ്ഞാൽ വായുവിന് ഭാരം ഉണ്ടോ? ഇല്ല. അപ്പൊ അവിടെ എന്തായിരിക്കും? ന്യൂനമർദ്ദം ആയിരിക്കും. അപ്പൊ നോക്കിക്കോ, നമ്മൾ ഓൾറെഡി എന്താണ് നമ്മൾ പറഞ്ഞ മധ്യരേഖ ന്യൂനമർദ്ദ മേഖലയാണ് നമ്മളിവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പൊ മധ്യരേഖാ പ്രദേശത്തെ വായു താപനില കാരണം ചൂടായി വികസിച്ച് എന്താണ്? മുകളിലേക്ക് ഉയർന്നതാണ് ഭൂമധ്യരേഖ ന്യൂനമർദ്ദ മേഖല രൂപപ്പെടാനുള്ള കാരണം. ഓക്കെ അല്ലേ? അപ്പൊ എന്തുകൊണ്ട് മധ്യരേഖ ന്യൂനമർദ്ദ മേഖല രൂപപ്പെട്ടു എന്ന് ചോദിച്ചാൽ എന്താണ്? ഭൂമധ്യരേഖാ പ്രദേശത്തെ താപനില കാരണം വായു എന്ത് ചെയ്യുന്നു? ചൂടായി വികസിച്ച് മുകളിലേക്ക് ഉയരുന്നതാണ് ഭൂമധ്യരേഖ ന്യൂനമർദ്ദ മേഖല രൂപപ്പെടാനുള്ള കാരണം. ഓക്കെ അല്ലേ? ഇനി ലംബദിശയിൽ വായുപ്രവാഹം ഉണ്ടാകുന്ന ഈ മേഖലയിൽ കാറ്റുകൾ വീശുന്നില്ല. ന്യൂനമർദ്ദത്തിൽ എന്ത് ചെയ്യുന്നില്ല? കാറ്റുകൾ വീശുന്നില്ല. അവിടെ കാറ്റ് വീശാൻ വേണ്ടി എന്തെങ്കിലും ഉണ്ടോ? ന്യൂനമർദ്ദ മേഖലയിൽ എന്തില്ല? കാറ്റുകൾ വീശുന്നില്ല. എപ്പോഴും ഉച്ചമർദ്ദ മേഖലയിൽ നിന്ന് എങ്ങോട്ടായിരിക്കും? ന്യൂനമർദ്ദത്തിലോട്ടായിരിക്കും കാറ്റ് വീശുന്നത്. അപ്പോൾ ന്യൂനമർദ്ദ മേഖലയിൽ കാറ്റ് വീശുന്നുണ്ടോ? ഇവിടെ കാറ്റില്ല. അപ്പൊ കാറ്റില്ലാത്തത് കൊണ്ട് തന്നെ ഈ മേഖലയെ വിളിക്കുന്ന ഒരു പേരുണ്ട്. എന്താണെന്നറിയാമോ? കാറ്റില്ല, നിർവാത മേഖല. എന്താണ്? നിർവാത മേഖല. ഇനി ഡോൾ ഡ്രംസ് എന്ന് ഇതിനറിയപ്പെടും. ഇങ്ങനെയും ചോദിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിർവാത മേഖല അല്ലെങ്കിൽ ഡോൾ ഡ്രംസ്, DOLDRUMS, ഡോൾ ഡ്രംസ്. അപ്പോൾ കാറ്റ് വീശാത്ത അല്ലെങ്കിൽ കാറ്റില്ലാത്ത ഈ മേഖല എന്ന അർത്ഥത്തിൽ ഈ മർദ്ദമേഖലയെ എങ്ങനെ വിളിക്കുന്നു? നിർവാത മേഖല അല്ലെങ്കിൽ ഡോൾ ഡ്രംസ് എന്ന് വിളിക്കുന്നു. പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്, PSC എക്സാമിന് ഇത് ചോദിച്ചിട്ടുണ്ട്. അതായത് ആഗോള മർദ്ദമേഖലകളിൽ നിർവാത മേഖല എന്നറിയപ്പെടുന്ന ആഗോള മർദ്ദമേഖല ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്? മധ്യരേഖ ന്യൂനമർദ്ദ മേഖല. ഇവിടെ എന്തില്ല? കാറ്റുകൾ ഇല്ലാത്തത് കൊണ്ടാണ് ഇതിനെ എങ്ങനെ അറിയപ്പെടുന്നത്? നിർവാത മേഖല അല്ലെങ്കിൽ ഡോൾ ഡ്രംസ് എന്ന് അറിയപ്പെടുന്നത്. ഓക്കെ അല്ലേ? എന്താണ് മധ്യരേഖ ന്യൂനമർദ്ദ മേഖല എന്ന് ചോദിച്ചാൽ ഭൂമധ്യരേഖ പ്രദേശത്തെ താപനില കൂടുതലായതുകൊണ്ട് തന്നെ അവിടുത്തെ വായു എന്ത് ചെയ്യും? ചൂട് പിടിച്ച് വികസിച്ച് മുകളിലേക്ക് ഉയരും. ഇങ്ങനെ മുകളിലേക്ക് വരുമ്പോഴത്തേക്കും മധ്യരേഖ ന്യൂനമർദ്ദ മേഖല ഫോം ചെയ്യുന്നു. ഇവിടെ കാറ്റുകളില്ല. കാറ്റ് ഇല്ലാത്തത് കൊണ്ട് തന്നെ ഈ മേഖലയെ നിർവാത മേഖല അല്ലെങ്കിൽ ഡോൾ ഡ്രംസ് എന്ന് അറിയപ്പെടുന്നു. ഓക്കെ അല്ലേ? ഇത് 0 ഡിഗ്രി ആണെന്ന് അറിയാം. ഇനി മുകളിലോട്ട് എത്ര ഡിഗ്രിയാണ്? താഴോട്ടും 30 ഡിഗ്രി. അപ്പൊ 30 ഡിഗ്രി വടക്ക്, 30 ഡിഗ്രി തെക്ക്. അതിന് എന്തെന്നറിയപ്പെടുന്നു? ധ്രുവീയ അടുത്തത് ഏതായിരുന്നു? ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖല. ഓക്കെ, അപ്പൊ അടുത്തത് എന്താണ്? ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖല. അപ്പൊ നോക്കിക്കോ, ഇനി നമ്മൾ പറഞ്ഞു ഭൂമധ്യരേഖാ പ്രദേശത്ത് നിന്നും വികസിച്ചുയരുന്ന വായു എന്ത് ചെയ്യും? ഉയർന്ന വിതാനങ്ങളിൽ ധ്രുവങ്ങൾക്ക് അഭിമുഖമായി മുകളിലോട്ട് പോയി. സ്വാഭാവികമായിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞു മുകളിലോട്ട് പോകുന്ന വായു ചൂട് പിടിച്ച് വികസിച്ച് പോകുന്ന വായു അവിടെ ചെല്ലുമ്പോഴത്തേക്ക് അതിന് എന്ത് സംഭവിക്കും? തണുക്കുമ്പോഴത്തേക്ക് എന്ത് സംഭവിക്കും? ചൂട് കൂടും അല്ലേ? അതിന് ഭാരം കൂടുമ്പോഴത്തേക്ക് എന്ത് ചെയ്യും? മർദ്ദം കൂടും. അപ്പൊ നോക്കിയോ, ഭൂമധ്യരേഖാ പ്രദേശത്ത് നിന്ന് വികസിച്ചുയരുന്ന വായു ഉയർന്ന വിതാനത്തിൽ ധ്രുവത്തിന് അഭിമുഖമായി കാറ്റായി വീശുകയും ക്രമേണ ഇത് തണുത്ത് 30 ഡിഗ്രി തെക്ക്, 30 ഡിഗ്രി വടക്ക് അക്ഷാംശങ്ങൾക്കിടയിൽ താഴ്ന്നിറങ്ങുകയും ചെയ്യുന്നതിനാൽ ഇവിടെ എന്താ രൂപപ്പെടുന്നു? ഉച്ചമർദ്ദം രൂപപ്പെടുന്നു. ഇതാണ് ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖലകൾ രൂപപ്പെടാനുള്ള കാരണം. സ്വാഭാവികമായിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞു വായു ചൂടായി വികസിച്ച് മുകളിലോട്ട് അങ്ങ് ഉയർന്നു പോകും. അവിടെ ചെല്ലുമ്പോഴത്തേക്ക് അത് തണുത്ത് വായുവിന് ഭാരം കൂടും. അതപ്പോൾ എന്ത് ചെയ്യും? താഴോട്ട് ഇറങ്ങും. ആ സമയത്ത് അവിടെ മർദ്ദം കൂടും. അപ്പോൾ ഇങ്ങനെ എന്ത് ചെയ്യുന്നു? നമ്മൾ മധ്യരേഖയിൽ നിന്ന് വികസിച്ച് മുകളിലോട്ട് പോയ വായു അവിടെ ചെന്ന് തണുത്ത് താഴോട്ട് ഇറങ്ങി എവിടെ വന്ന് നിൽക്കും? 30 ഡിഗ്രി വടക്കും 30 ഡിഗ്രി തെക്കും വന്ന് നിൽക്കും. അപ്പോൾ ഈ മേഖലയിൽ മർദ്ദം എങ്ങനെയായിരിക്കും? കൂടുതലായിരിക്കും. ഇതിനെയാണ് എന്തെന്ന് വിളിക്കുന്നത്? ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖല. അപ്പോൾ 0 ഡിഗ്രിയിൽ എന്താണ്? മധ്യരേഖ ന്യൂനമർദ്ദ മേഖല. അവിടെ ന്യൂനമർദ്ദമാണ്. അത് നമുക്ക് ഫസ്റ്റ് ഇത് വെച്ച് തന്നെ ഓർക്കാം. അവിടെ താപനില കൂടുതലാണ്. അപ്പോൾ മർദ്ദം എങ്ങനെയായിരിക്കും? അവിടെ കുറവാണ്. ഇനി അടുത്ത് ആ വായു വികസിച്ച് മുകളിലോട്ട് ഉയർന്ന പോയ വായു അവിടെ ചെന്ന് സ്റ്റക്കായി അത് തണുത്ത് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും താഴോട്ട് ഇറങ്ങും, മർദ്ദം കൂടും. അപ്പോൾ അവിടെ 30 ഡിഗ്രിയിൽ വന്ന് നിൽക്കുന്നു. അവിടെ എന്ത് രൂപപ്പെടുന്നു? ഉച്ചമർദ്ദം. അപ്പോൾ അതേതാണ്? ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖല. ഓക്കെ അല്ലേ? അടുത്ത ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖല കഴിഞ്ഞാൽ അടുത്ത് എന്താണ്?
ഉപദ്രവീയ ന്യൂനമർദ്ദ മേഖല ഏതാണ്ട് എത്ര 60 ഡിഗ്രി തെക്കും 60 ഡിഗ്രി വടക്കും അക്ഷാംശ മേഖലകൾക്കിടയിൽ പൊതുവെ താപനില എങ്ങനെയാണ് കുറവായതിനാൽ ഉച്ചമർദ്ദ സാഹചര്യങ്ങളാണ് ഇവിടെ എന്ത് ചെയ്യുന്നത് രൂപപ്പെടുന്നത്. താപനില കുറവാണെങ്കിൽ അവിടെ എങ്ങനെയായിരിക്കും ഉച്ചമർദ്ദമായിരിക്കും. അപ്പോൾ ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖല. നേരത്തെ പറഞ്ഞാൽ എന്തെങ്കിലും മിസ്റ്റേക്ക് പറ്റിയ താപനില കുറവായതുകൊണ്ട് മുകളിലോട്ട് പോകുമ്പോൾ കുറവ്, മധ്യരേഖയിൽ കൂടുതലായിട്ട് ന്യൂനമർദ്ദം. ഓക്കെ അല്ലെങ്കിൽ ഞാൻ പെട്ടെന്ന് വേറെ അങ്ങോട്ട് പോയി. അപ്പോൾ അടുത്ത് നമ്മൾ പറയുന്നത് എന്താണ് ഉപദ്രവീയ ന്യൂനമർദ്ദ മേഖല. ന്യൂനമർദ്ദ മേഖലയാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞു ഏതാണ്ട് 60 ഡിഗ്രി തെക്കും 60 ഡിഗ്രി വടക്കും. അവിടെ പൊതുവെ താപനില എങ്ങനെയാണ് കുറവായതുകൊണ്ട് തന്നെ ഉച്ചമർദ്ദ സാഹചര്യങ്ങളാണ് അവിടെ രൂപപ്പെടേണ്ടത്. സ്വാഭാവികമായിട്ടും താപനില കുറവാണെങ്കിൽ അവിടെ എന്ത് വരണം ഉച്ചമർദ്ദം വരണം. താപനില കുറവാണെങ്കിൽ മർദ്ദം കൂടുതലല്ലേ. നോർമലി അവിടെ വരേണ്ടത് എന്താണ് ഉച്ചമർദ്ദമാണ് അവിടെ എന്ത് ചെയ്യേണ്ടത് രൂപപ്പെടേണ്ടത്. എന്നാൽ നമ്മൾ പറഞ്ഞു ഭൂഭ്രമണം നടക്കുന്നത് കൊണ്ട് തന്നെ ചില സാഹചര്യങ്ങളിൽ എന്ത് ചെയ്യാറുണ്ട് ഇത് വ്യത്യാസപ്പെടാറുണ്ട്. നോർമലി 60 ഡിഗ്രി നമ്മളിപ്പോൾ ഇവിടെ ഉച്ചമർദ്ദത്തിലാണ് നിൽക്കുന്നത്. പക്ഷേ 30 ഡിഗ്രി നടത്ത് 60-ലോട്ട് പോകുമ്പോൾ അവിടെ എന്താണ് രൂപപ്പെടുന്നത് ന്യൂനമർദ്ദം അല്ലേ രൂപപ്പെടുന്നത്. അപ്പോൾ നോർമലി അവിടെ എന്തായിരുന്നു രൂപപ്പെടേണ്ടത് ഉച്ചമർദ്ദമാണ് രൂപപ്പെടേണ്ടത്. അപ്പോൾ ഭൂഭ്രമണത്തിന്റെ സ്വാധീനത്താൽ ഈ മേഖലയിൽ വായു വൻതോതിൽ ആകാശത്തേക്ക് ഉയർത്തപ്പെടുന്നതിനാൽ ഇവിടെ എന്ത് മേഖല രൂപപ്പെടുന്നു ന്യൂനമർദ്ദ മേഖല രൂപപ്പെടുന്നു. അപ്പോൾ ഇത്രയുള്ള ഏതാണ്ട് 60 ഡിഗ്രി തെക്കും 60 ഡിഗ്രി വടക്കും. ഇവിടെ സ്വാഭാവികമായിട്ടും താപനില കുറവാണ്. അതുകൊണ്ട് ഇവിടെ എന്ത് രൂപപ്പെടണമായിരുന്നു ഉച്ചമർദ്ദം രൂപപ്പെടണമായിരുന്നു. എന്നാൽ ഭൂമി ഭ്രമണം ചെയ്യുന്നതിൻ്റെ സ്വാധീനം കൊണ്ട് ഈ മേഖലയിൽ വായു എന്ത് ചെയ്യുന്നു വൻതോതിൽ ആകാശത്തേക്ക് ഉയർത്തപ്പെടുന്നത് കൊണ്ട് തന്നെ ഇവിടെ എന്താണ് രൂപപ്പെടുന്നത് ഉപദ്രവീയ ന്യൂനമർദ്ദ മേഖലയാണ് ഇവിടെ രൂപപ്പെടുന്നത്. ഓക്കെ അല്ലേ. നമ്മളിതാണ് ഇവിടെ പഠിച്ചു തുടങ്ങിയത്. എല്ലാം എന്താണ് നോർമലി നമ്മൾ പഠിച്ചു താപനില എന്ന് പറയുന്നത് ഭൂമധ്യരേഖയിൽ കൂടുതലും മുകളിലോട്ട് പോകുന്നതോറും കുറവുമാണ്. എന്നാൽ മർദ്ദം എന്ന് പറയുന്നത് താപനില കൂടുന്ന സ്ഥലത്ത് മർദ്ദം കുറവായിരിക്കും. അപ്പം മർദ്ദം മധ്യരേഖയിൽ കുറവും മുകളിലോട്ട് പോകുമ്പോൾ കൂടുതലുമാണ് വരേണ്ടത്. പക്ഷേ എല്ലായിടത്തും ഇത് എന്ത് ചെയ്യുന്നില്ല ഈ ഒരു നിയമം പാലിക്കുന്നില്ല. അതിൻ്റെ റീസൺ നമ്മൾ പഠിച്ചു ഭൂമിയുടെ ഭ്രമണമാണ് അതിൻ്റെ കാരണം. അതുകൊണ്ടാണ് ഈ 60 ഡിഗ്രി തെക്കും 60 ഡിഗ്രി വടക്കും എന്തായത് ഉപദ്രവീയ ന്യൂനമർദ്ദ മേഖലയായിട്ട് മാറിയത്. ഓക്കെ അല്ലേ കിട്ടിയോ. ഇനി ഏറ്റവും മുകളിൽ 90 ഡിഗ്രി വടക്കും 90 ഡിഗ്രി തെക്കും എന്താണ് ധ്രുവീയ ഉച്ചമർദ്ദ മേഖലയാണ്. മധ്യരേഖയിൽ എന്താണ് ന്യൂനമർദ്ദം. ഇനി ഏറ്റവും മുകളിൽ എന്താണ് ഉച്ചമർദ്ദം അല്ലേ. അപ്പോൾ മധ്യരേഖയിൽ വിപരീതമായിട്ട് എന്താണ് മധ്യരേഖയിൽ ഉച്ചമർദ്ദം ആണെങ്കിൽ ന്യൂനമർദ്ദം ആണെങ്കിൽ ഏറ്റവും മുകളിൽ ധ്രുവത്തിൽ എന്താണ് ഉച്ചമർദ്ദമാണ്. വായു തണുത്ത് സങ്കോചിച്ച് താഴ്ന്നിറങ്ങുന്നത് കൊണ്ടാണ് ധ്രുവീയ ഉച്ചമർദ്ദ മേഖലകൾ ഇവിടെ രൂപപ്പെടുന്നത്. ഓക്കെ അല്ലേ. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട് ഈ ന്യൂനമർദ്ദ മേഖലയിൽ നിന്ന് മുകളിലോട്ട് വായു പിന്നെ ഉയരുന്നുണ്ട്. അവിടെ വായു പിന്നെ എന്ത് ചെയ്യുന്നു തണുത്ത് താഴോട്ട് ഇറങ്ങുമ്പോഴത്തേക്ക് അവിടെ എന്ത് രൂപപ്പെടുന്നു ഉച്ചമർദ്ദം രൂപപ്പെടുന്നു. എടാ നമ്മൾ 60 ഡിഗ്രിയിൽ എന്താണ് പറഞ്ഞത് 60 ഡിഗ്രിയിൽ ഉപദ്രവീയ ന്യൂനമർദ്ദ മേഖല. ന്യൂനമർദ്ദം ആണെങ്കിൽ അവിടെ താപനില എങ്ങനെയായിരിക്കും കൂടുതലായിരിക്കും. അപ്പോൾ അവിടുത്തെ വായു എന്ത് ചെയ്യും മുകളിലോട്ട് പോകും. മുകളിലോട്ട് പോയിട്ട് വായു തണുത്തിട്ട് പിന്നെ എന്ത് ചെയ്യും താഴോട്ട് വരും. അപ്പോൾ 90 ഡിഗ്രി എത്തുമ്പോഴത്തേക്ക് അവിടെ എന്ത് അനുഭവപ്പെടും ഉച്ചമർദ്ദം അനുഭവപ്പെടും. മനസ്സിലായോ. ഓക്കെ അല്ലേ. അപ്പോൾ ഇതാണ് എന്തെന്ന് പറയുന്നത് പ്രഷർ ബെൽറ്റ്സ് അല്ലെങ്കിൽ ആഗോള മർദ്ദ മേഖല എന്ന് പറയുന്നത്. അപ്പോൾ ആഗോള മർദ്ദ മേഖലകൾ ഏതൊക്കെയാണ് 0 ഡിഗ്രി ആണെങ്കിൽ മധ്യരേഖ ന്യൂനമർദ്ദ മേഖല, 30 ഡിഗ്രി ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖല, 60 ഡിഗ്രി ഉപദ്രവീയ ന്യൂനമർദ്ദ മേഖല, 90 ഡിഗ്രി ധ്രുവീയ ഉച്ചമർദ്ദ മേഖല. ഇത് മുകളിലോട്ട് പോയാലും താഴോട്ട് പോയാലും സെയിം ആണ്. താഴെ 30 മുകളിലും 30, താഴെ 60 മുകളിലും 60, അതുപോലെ താഴെയും 90 മുകളിലും 90. ഇത് എങ്ങോട്ട് പോയാലും ഇതിൻ്റെ പേരെല്ലാം എന്ത് തന്നെയാണ് ഒന്ന് തന്നെയാണ്. ഓക്കെ അല്ലേ കിട്ടിയാ. ഇനി അടുത്തത് ഇതും കൂടെ ഒന്ന് നോക്കിക്കോണേ. പാടാ ഓക്കെ നോക്കിയോ. അന്തരീക്ഷത്തിലെ മർദ്ദവ്യത്യാസം നമുക്ക് ഈ ഒരു സാധനത്തിലൂടെ മനസ്സിലായി. മർദ്ദത്തിൽ വ്യത്യാസം ഉണ്ടാകുന്നുണ്ട്. ഉച്ചമർദ്ദവും ന്യൂനമർദ്ദവും ഒക്കെ അനുഭവപ്പെടുന്നുണ്ട്. ഈ മർദ്ദവ്യത്യാസം നമുക്ക് അനുഭവപ്പെടുന്നത് വായു ചലനങ്ങളിലൂടെയാണ്. വായുവിലുണ്ടാകുന്ന ചലനത്തിലൂടെയാണ് നമുക്ക് എന്ത് മനസ്സിലാകുന്നത് ഇത്തരത്തിൽ എന്താണ് മർദ്ദവ്യത്യാസം ഉണ്ടാകുന്നു എന്ന് നമുക്ക് മനസ്സിലാകുന്നത്.
ഇങ്ങനെ അന്തരീക്ഷത്തിൽ 2 തരത്തിലുള്ള വായു ചലനങ്ങളാണ് ഉള്ളത്. അപ്പോൾ വായു ചലനങ്ങൾ എത്ര തരത്തിലുണ്ട്? 2 തരത്തിലാണ് ഉള്ളത്. ഒന്നെന്ന് പറയുന്നത് ലംബ ദിശയിൽ ഉണ്ടാകുന്ന വായുവിൻ്റെ ചലനങ്ങളാണ് വായു പ്രവാഹങ്ങൾ. എന്താണ്? എയർ കറണ്ട് എന്ന് പറയും. വായു പ്രവാഹം ഇതെങ്ങനെയാണ്? ലംബ ദിശയിൽ ഉണ്ടാകുന്ന വായുവിൻ്റെ ചലനമാണ് വായു പ്രവാഹങ്ങൾ. ഓക്കെ അല്ലേ? ഇനി തിരശ്ചീന ദിശയിൽ ഉച്ചമർദ്ദങ്ങളിൽ നിന്നും ന്യൂനമർദ്ദ പ്രദേശങ്ങളിലേക്കുള്ള വായുവിൻ്റെ ചലനത്തെയാണ് എന്തെന്ന് വിളിക്കുന്നത്? കാറ്റ്. അപ്പൊ എന്താണ് കാറ്റ്? തിരശ്ചീന ദിശയിൽ ഉച്ചമർദ്ദ പ്രദേശങ്ങളിൽ നിന്നും ന്യൂനമർദ്ദ പ്രദേശങ്ങളിലേക്കുള്ള വായുവിന്റെ ചലനമാണ് കാറ്റ്. അപ്പൊ എന്താണ് കാറ്റ്? തിരശ്ചീന ദിശയിൽ ഉച്ചമർദ്ദ പ്രദേശം. ഞാൻ നേരത്തെ പറഞ്ഞു, കാറ്റെന്ന് പറയുന്നത് നമ്മുടെ മധ്യരേഖയിലെ നിർവാത മേഖല നമ്മൾ പഠിച്ചു അല്ലേ? കാരണം എന്താണ്? അവിടെ ന്യൂനമർദ്ദമാണ്. അപ്പോൾ തിരശ്ചീന രേഖ അല്ലെങ്കിൽ തിരശ്ചീന ദിശയിൽ എവിടെ നിന്ന്? ഉച്ചമർദ്ദ മേഖലയിൽ നിന്ന് ന്യൂനമർദ്ദ മേഖലയിലേക്കുള്ള വായുവിന്റെ ചലനം. അതാണ് എന്ത്? കാറ്റ്. അത് കാണാതെ പഠിക്കണ്ട, അതിനാണ് നമ്മൾ അവിടെ പ്രഷർ ബെൽറ്റ് പഠിച്ചിട്ട് വന്നത്. ഓക്കെ അല്ലേ? അപ്പോൾ ഉച്ചമർദ്ദ മേഖലയിൽ നിന്ന് ന്യൂനമർദ്ദ മേഖലയിലോട്ടുള്ള വായുവിന്റെ തിരശ്ചീന ചലനമാണ് എന്തെന്ന് പറയുന്നത്? ലംബ ദിശയിലുള്ള വായുവിന്റെ തിരശ്ചീന ദിശയിൽ വായുവിന്റെ ചലനത്തെയാണ് എന്തെന്ന് വിളിക്കുന്നത്? കാറ്റ്. ഓക്കെ അല്ലേ? കിട്ടിയോ? അപ്പൊ എന്താണ് കാറ്റ്, എന്താണ് വായു പ്രവാഹം എന്ന് മനസ്സിലായോ? വായു പ്രവാഹമാണ് എന്ത്? ലംബ ദിശയിൽ വായു പ്രവാഹവും തിരശ്ചീന തലത്തിലാണെങ്കിൽ കാറ്റും. ലംബ തലത്തിലുണ്ടാകുന്ന വായുവിന്റെ ചലനമാണ് വായു പ്രവാഹം. തിരശ്ചീന തലത്തിൽ ഉച്ചമർദ്ദത്തിൽ നിന്ന് ന്യൂനമർദ്ദത്തിലോട്ട് വരുന്നതാണ് കാറ്റ്. ഓക്കെ ആണോ? കിട്ടിയ? ഇനി കാറ്റിന്റെ ദിശയെ സ്വാധീനിക്കുന്ന ഒരു പ്രധാന ഘടകമാണ് കോറിയോലിസ് പ്രഭാവം അല്ലെങ്കിൽ കോറിയോലിസ് ബലം. കേട്ടിട്ടുണ്ടോ? അപ്പൊ എന്താണ് ഈ കോറിയോലിസ് ബലം അല്ലെങ്കിൽ കോറിയോലിസ് പ്രഭാവം? അറിയാവോ? ടെക്സ്റ്റിനകത്ത് ഒരു പിക്ചറൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. വേറൊന്നുമില്ല, കോറിയോലിസ് ബലം കാരണം നമ്മൾ ഉത്തരാർദ്ധഗോളം ദക്ഷിണാർദ്ധഗോളം പഠിക്കണം. ഉത്തരാർദ്ധഗോളം എന്ന് പറഞ്ഞാൽ എവിടെയാണ്? മുകളിലും. ദക്ഷിണാർദ്ധഗോളം എന്ന് പറയുമ്പോൾ താഴെ. അപ്പോൾ ഈ കോറിയോലിസ് ബലം എന്താണെന്ന് ചോദിച്ചാൽ ഉത്തരാർദ്ധഗോളത്തിൽ കാറ്റുകൾ സഞ്ചാര ദിശയ്ക്ക് എങ്ങോട്ട്, അതാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഇത് അതിനെയാണ് ഈ കോറിയോലിസ് ബലം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഉത്തരാർദ്ധഗോളത്തിൽ കാറ്റുകൾ സഞ്ചാര ദിശയ്ക്ക് വലത്തോട്ടും ദക്ഷിണാർദ്ധഗോളത്തിൽ സഞ്ചാര ദിശയ്ക്ക് ഇടത്തോട്ടും വ്യതിചലിക്കുന്നു. ഇതിനെ വിളിക്കുന്ന പേരാണ് എന്ത്? കോറിയോലിസ് ബലം അല്ലെങ്കിൽ കോറിയോലിസ് പ്രഭാവം. എടാ, അപ്പോൾ ഇതിനെ പഠിക്കുന്ന സമയത്ത് ഇനി നമ്മൾ ഇതിന്റെ ഒരു ഓപ്പോസിറ്റ് ആയിട്ട് നമ്മൾ അതിലോട്ട് വരുമ്പോൾ നമ്മൾ അത് പറയും കേട്ടോ. അപ്പോൾ ഇവിടെ കോറിയോലിസ് ബലം കറക്റ്റായിട്ട് പഠിച്ചിട്ട് എവിടെയാണ് വലത്തോട്ട് എവിടെയാണ് ഇടത്തോട്ടെന്ന് കൃത്യമായി പഠിച്ചു വെച്ചേക്കുക. അപ്പോൾ കോറിയോലിസ് ബലം എന്ന് പറയുമ്പോൾ നമുക്ക് ഉത്തരാർദ്ധഗോളമുണ്ട് ദക്ഷിണാർദ്ധഗോളമുണ്ട്. അപ്പോൾ അതിൽ ഉത്തരാർദ്ധഗോളത്തിൽ കാറ്റുകൾ സഞ്ചാര ദിശയുടെ വലത്തോട്ട്, ഇപ്പം മുകളിലെ കാറ്റുകൾ സഞ്ചാര ദിശയുടെ വലത്തോട്ടും, ഇനി താഴെ എന്താണ്? ദക്ഷിണാർദ്ധഗോളത്തിൽ കാറ്റുകൾ സഞ്ചാര ദിശയുടെ ഇടത്തോട്ടും വ്യതിചലിക്കുന്നു. ഇതിനെയാണ് എന്തെന്ന് വിളിക്കുന്നത്? കോറിയോലിസ് ബലം അല്ലെങ്കിൽ കോറിയോലിസ് പ്രഭാവം എന്ന് അറിയപ്പെടുന്നത്. ഓക്കെ അല്ലേ? കിട്ടിയോ? ടെക്സ്റ്റിലാണെങ്കിൽ അത് കറക്റ്റായിട്ടൊരു പിക്ചറൊക്കെ വരച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി അഡ്മിറൽ ഫെറൽ എന്ന് പറയുന്ന ഒരു വ്യക്തി ഇതിനൊരു നിർവചനം കൊടുത്തു കേട്ടോ, ഇതുപോലെ. അതുകൊണ്ട് തന്നെ ഇതിനെ ഫെറൽ നിയമം എന്ന് അറിയപ്പെടുന്നുണ്ട് കേട്ടോ. അതും കൂടി ശ്രദ്ധിച്ച് വെച്ചോളണം. അപ്പോൾ അഡ്മിറൽ ഫെറൽ എന്ന് പറയുന്ന ആളിനൊരു നിർവചനം കൊടുത്തിട്ടുള്ളത് കൊണ്ട് തന്നെ ഈ കോറിയോലിസ് ബലത്തിന് എന്തെന്നും അറിയപ്പെടുന്നു? ഫെറൽ നിയമം എന്നും അറിയപ്പെടുന്നു. ഓക്കെ അല്ലേ? ഇനി കാറ്റിന്റെ വേഗതയെയും ശക്തിയെയും പ്രധാനമായിട്ടും 2 കാര്യങ്ങളാണ് സ്വാധീനിക്കുന്നത്. കാറ്റിനൊരു വേഗതയുണ്ടല്ലോ, അതിനൊരു ശക്തി ഉണ്ടല്ലോ. അപ്പോൾ ഈ വേഗതയും ശക്തിയും സ്വാധീനിക്കുന്ന 2 ഘടകങ്ങളാണ്. ഒന്ന് മർദ്ദചരിവ് ബലം. എന്താണ്? മർദ്ദചരിവ് ബലം. ഒന്നെന്താണ്? മർദ്ദചരിവ് ബലം. അടുത്തതാണ് ഘർഷണ ബലം. എന്താണ്? ഘർഷണ ബലം. ഒന്നെന്താണ്? മർദ്ദചരിവ് ബലം. അടുത്തത് എന്താണ്? ഘർഷണ ബലം. ഘർഷണ ബലം. എന്താണ് മർദ്ദചരിവ് എന്ന് പറഞ്ഞാൽ? മർദ്ദചരിവ് തിരശ്ചീന തലത്തില് മർദ്ദത്തിന്റെ അളവിലുണ്ടാകുന്ന വ്യത്യാസമാണ് എന്ത്? മർദ്ദചരിവ്. അപ്പൊ എന്താണ്? തിരശ്ചീന തലത്തില് മർദ്ദത്തിന്റെ അളവിലുണ്ടാകുന്ന വ്യത്യാസമാണ് മർദ്ദചരിവ്. അളവിലുണ്ടാകുന്ന വ്യത്യാസമാണ് മർദ്ദചരിവ്. ഈ മർദ്ദ വ്യത്യാസം മൂലം ഉച്ചമർദ്ദ മേഖലകളിൽ നിന്നും എങ്ങോട്ട്? ന്യൂനമർദ്ദ മേഖലകളിലേക്ക് വായുവിന്റെ ചലനം സാധ്യമാകുന്ന ബലമാണ് മർദ്ദചരിവ് ബലം. അപ്പൊ എന്താണ് മർദ്ദചരിവ് ബലം എന്ന് ചോദിച്ചാൽ നമ്മൾ പറഞ്ഞു മർദ്ദ വ്യത്യാസം അനുഭവപ്പെടും. എങ്ങനെ മർദ്ദ വ്യത്യാസം അനുഭവപ്പെടുമെന്ന് പറഞ്ഞു? തിരശ്ചീന തലത്തില് മർദ്ദത്തിന്റെ അളവിലുണ്ടാകുന്ന വ്യത്യാസമാണ് മർദ്ദചരിവ്. ഈ മർദ്ദചരിവ് കാരണം എന്ത് ചെയ്യുന്നു?
മർദ്ദ വ്യത്യാസം കാരണം ഉച്ചമർദ്ദ മേഖലയിൽ നിന്നും ന്യൂനമർദ്ദ മേഖലയിലേക്ക് എന്ത് ചെയ്യുന്നു? വായുവിന്റെ ചലനം സാധ്യമാകുന്നു. ഈ ചലനത്തിനെ വിളിക്കുന്ന പേരാണ് മർദ്ദചരിവ് ബലം. എന്താണ്? മർദ്ദചരിവ് ബലം. അപ്പൊ മർദ്ദചരിവ് ബലം എന്താണെന്ന് ചോദിച്ചാൽ ഉച്ചമർദ്ദത്തിൽ നിന്ന് ന്യൂനമർദ്ദത്തിലേക്കുള്ള കാറ്റിന്റെ സഞ്ചാരത്തിനെയാണ് എന്തെന്ന് വിളിക്കുന്നത്? മർദ്ദചരിവ് ബലം. എന്താണ്? മർദ്ദചരിവ് ബലം. ഓക്കെ അല്ലേ? അപ്പൊ നോക്കി, ഈ മർദ്ദചരിവ് കൂടിയ ഇടങ്ങളിൽ കാറ്റ് എങ്ങനെയായിരിക്കും? ചരിവ് കൂടുതലാണെങ്കിൽ കാറ്റ് എങ്ങനെയായിരിക്കും? ശക്തമായിട്ടല്ലേ അടിക്കുള്ളൂ. അപ്പോൾ എന്താണ്? മർദ്ദചരിവ് കൂടുതലാണെങ്കിൽ കാറ്റ് എങ്ങനെയായിരിക്കും? ശക്തമായിരിക്കും. അപ്പോൾ മർദ്ദചരിവ് ബലം എന്ന് പറഞ്ഞാൽ ഉച്ചമർദ്ദത്തിൽ നിന്ന് ന്യൂനമർദ്ദത്തിലേക്കുള്ള വായുവിന്റെ ചലനം സാധ്യമാകുന്ന ബലമാണ് മർദ്ദചരിവ് ബലം. മർദ്ദചരിവ് കൂടുന്നതിനനുസരിച്ച് കാറ്റിന്റെ ശക്തി കൂടുന്നു. ഓക്കെ അല്ലേ? എടാ, ഘർഷണം എന്ന് പറഞ്ഞാൽ അപ്പൊ എന്തായിരിക്കും? കാറ്റും ഘർഷണവും തമ്മിൽ എന്തായിരിക്കും ബന്ധം? വലിയൊരു കാറ്റടിച്ച് വരികയാണേ, അപ്പൊ അവിടെ അതിനെ തടുക്കാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ കാറ്റിന്റെ ശക്തി എന്തായിരിക്കും? കുറവായിരിക്കും. അവിടെ തടുക്കാൻ ഒന്നുമില്ല, അതിങ്ങനെ ചരിഞ്ഞ് നല്ല അടിപൊളിയായിട്ട് കിടക്കുകയാണെങ്കിൽ എങ്ങനെയായിരിക്കും കാറ്റിന്റെ ശക്തി? കൂടുതലായിരിക്കും. നമ്മുടെ മരുഭൂമിയിലൊക്കെ മണലിനെയൊക്കെ എങ്ങനെ എടുത്തുകൊണ്ട് പോകണം കണ്ടിട്ടില്ലേ? കാരണം അവിടെ ചേർത്ത് നിൽക്കാൻ ഒന്നും ഇല്ല അല്ലേ കാറ്റിന്. അപ്പോൾ എന്താണ്? കുന്നുകള്, മലകള്, വനങ്ങൾ, മനുഷ്യനിർമ്മിതികൾ തുടങ്ങിയ ഉയർന്ന ഘർഷണം കാറ്റിന്റെ സുഗമ സഞ്ചാരത്തെ എന്ത് ചെയ്യുന്നു? തടസ്സപ്പെടുത്തുന്നു. അതാണ് ഇവിടെ ഘർഷണം എന്ന് പറഞ്ഞത്. അപ്പൊ നമ്മൾ പറഞ്ഞു കാറ്റിന്റെ വേഗതയും ശക്തിയും സ്വാധീനിക്കുന്ന രണ്ട് ഘടകങ്ങളാണ്. ഒന്ന് നമ്മൾ പറഞ്ഞു മർദ്ദചരിവ് ബലം. അത് നമ്മൾ പറഞ്ഞ എന്താണ്? ഉച്ചമർദ്ദത്തിൽ നിന്ന് ന്യൂനമർദ്ദത്തിലേക്കുള്ള കാറ്റിന്റെ സഞ്ചാരം. അതിനെ വിളിക്കുന്ന പേരാണ് എന്ത്? മർദ്ദചരിവ് ബലം. മർദ്ദചരിവ് ബലം കൂടുതലാണ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? കാറ്റിന്റെ ശക്തി കൂടുതലാണ്. ഇനി ഘർഷണം എന്ന് പറഞ്ഞാൽ എന്താണ്? കുന്ന്, മലകള്, അങ്ങനെയുള്ള വനം, മനുഷ്യ നിർമ്മിതികൾ, ഇതൊക്കെ കാരണം എന്താണ്? ഘർഷണം. ഈ ഘർഷണം കാറ്റിന്റെ സുഗമമായ സഞ്ചാരത്തെ എന്ത് ചെയ്യുന്നു? തടസ്സപ്പെടുത്തുന്നു. ഓക്കെ അല്ലേ? ഇനി കാറ്റ് നമുക്കറിയാം. ഈ കാറ്റിന്റെ വേഗത അളക്കുന്ന ഒരു ഉപകരണമുണ്ട്. എന്താണ് കാറ്റിന്റെ വേഗത? നിനക്കറിയാടി, അനിമോമീറ്റർ. എന്താണ്? അനിമോമീറ്റർ. കാറ്റിന്റെ വേഗത അളക്കുന്ന ഉപകരണമാണ് അനിമോമീറ്റർ. തിരിഞ്ഞു പോയത് ഒരെണ്ണം കൂടി ഇപ്പൊ പഠിക്കും. അപ്പൊ കാറ്റിന്റെ വേഗത അളക്കുന്നതാണെങ്കിൽ അനിമോമീറ്റർ. എന്താണ്? അനിമോമീറ്റർ. അനിമോമീറ്റർ എന്തിനാണ്? തെർമോമീറ്റർ എന്തിനാണ്? താപനില അളക്കാൻ. ഇനി ബാരോമീറ്റർ എന്തിനാണ്? മർദ്ദം അളക്കാൻ. അപ്പൊ ബാരോമീറ്റർ അന്തരീക്ഷ മർദ്ദം, തെർമോമീറ്റർ അന്തരീക്ഷ താപനില, അനിമോമീറ്റർ കാറ്റിന്റെ വേഗത. മണിക്കൂറിൽ എത്ര കിലോമീറ്റർ വേഗതയിലാണ് കാറ്റ് വീശുന്നത് എന്നാണ് ഇതിലൂടെ മനസ്സിലാക്കുന്നത്. അപ്പൊ എങ്ങനെയാണ് ഇതിലൂടെ മനസ്സിലാക്കുന്നത്? മണിക്കൂറിലാണ് കേട്ടോ. മണിക്കൂറിൽ എത്ര കിലോമീറ്റർ വേഗതയിൽ വീശുന്നു? മണിക്കൂറിൽ എത്ര കിലോമീറ്റർ വേഗതയിൽ കാറ്റ് വീശുന്നു എന്നതാണ് ഈ ഏതിലൂടെ മനസ്സിലാക്കാൻ കഴിയുന്നത്? അനിമോമീറ്ററിലൂടെ. അപ്പൊ അനിമോമീറ്റർ എന്താണ്? കാറ്റിന്റെ വേഗത അളക്കുന്ന ഉപകരണമാണ് അനിമോമീറ്റർ. അപ്പൊ കാറ്റിന്റെ ദിശ അറിയണമല്ലോ. ദിശ അളക്കുന്നത് എന്തിലായിരിക്കും? ദിശ സൂചിപ്പിക്കുന്ന ഉപകരണം വിൻഡ് വെയിൻ. എന്താണ്? വിൻഡ് വെയിൻ. അപ്പൊ കാറ്റിന്റെ വേഗത അളക്കുന്ന ഉപകരണം അനിമോമീറ്ററും കാറ്റിന്റെ ദിശ അറിയുന്ന ഉപകരണം വിൻഡ് വെയിൻ. രണ്ടും കൂടി മാറിപ്പോവരുത് കേട്ടോ. വേഗത അളക്കുന്നതാണെങ്കിൽ അനിമോമീറ്ററും ദിശ സൂചിപ്പിക്കുന്നതാണെങ്കിൽ വിൻഡ് വെയിൻ. ഓക്കെ അല്ലേ? കാറ്റിനെ പ്രധാനമായിട്ട് നമുക്ക് നാലായിട്ട് തിരിക്കാം. എത്രയായിട്ട് തിരിക്കാം? നാലായിട്ട് തിരിക്കാം. ഒന്നെന്താണ്? സ്ഥിരവാദങ്ങൾ. രണ്ട് കാലികവാദങ്ങൾ. രണ്ടേതാണ്? കാലികവാദങ്ങൾ. മൂന്ന് പ്രാദേശികവാദങ്ങൾ. 4 അസ്ഥിരവാദം. അസ്ഥിരവാദം കിട്ടിയോ? സ്ഥിരവാദങ്ങൾ, അസ്ഥിരവാദങ്ങൾ, പ്രാദേശികവാദങ്ങൾ, കാലികവാദങ്ങൾ. അപ്പൊ കാറ്റിനെ എത്രയായിട്ട് തിരിക്കാം? 4. ഏതൊക്കെയാണ്? സ്ഥിരവാദങ്ങൾ, അസ്ഥിരവാദങ്ങൾ, പ്രാദേശികവാദങ്ങൾ, കാലികവാദങ്ങൾ. ഓക്കെ അല്ലേ? കിട്ടിയോ? ഇപ്പൊ നമുക്ക് കാറ്റുകൾ ആണ് നമുക്കിനി അടുത്ത് നോക്കാനുള്ളത്. അതായത് 4 തരം കാറ്റുകൾ. അങ്ങനെ നമുക്ക് കുറച്ച് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. അപ്പോൾ അതെന്ത് ചെയ്യാം? നമുക്ക് പാർട്ട് 2 ആയിട്ട് പഠിക്കാം. ഇതൊരു വലിയ ചാപ്റ്ററാണ്, നമ്മൾ ആദ്യമേ പറഞ്ഞു. അപ്പോൾ ഇതിന്റെ നെക്സ്റ്റ് കണ്ടിന്യൂഷൻ ആയിട്ട് അടുത്ത ക്ലാസ്സിൽ പറയാം കേട്ടോ. അപ്പോൾ ഓക്കെ, ബൈ.